കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ മലപ്പുറം മുതൽ കാസർഗോഡ് മുതൽ മലപ്പുറം വരെയുള്ള 5 മണ്ഡലങ്ങളുടെ ഡീറ്റെയിൽസ് പറഞ്ഞിരുന്നു. അതിൽ ആരൊക്കെ ജയിക്കും എന്നുള്ളത് പറഞ്ഞിരുന്നു. അത് 48 മണ്ഡലങ്ങളായിരുന്നു 5 ജില്ലകളിലായിട്ടുണ്ടായത്. അപ്പോൾ അത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൽ 27 UDF-ഉം 21 LDF-ഉം നേടും എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ നിർത്തിയത്. നമ്മൾ ഇന്ന് അടുത്ത 5 മണ്ഡലങ്ങൾ കൂടി ചർച്ചക്കെടുക്കുന്നു. അത് പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം, ഇടുക്കി, കോട്ടയമാണ്. ഇവിടെയെല്ലാം തന്നെ ആരൊക്കെ ജയിക്കും എന്നുള്ളതാണ് നമ്മൾ കൃത്യമായി ഓരോ മണ്ഡലങ്ങൾ എടുത്തു കാരണം സഹിതം പറയാൻ പോകുന്നത്. ചില ട്വിസ്റ്റും ടേൺസും ഒക്കെ ഉണ്ട്. ചില പ്രമുഖർ തോൽക്കും, ചില ആളുകൾ നിങ്ങൾ വിചാരിക്കാത്തവർ ജയിക്കും എന്നുള്ളത് കൂടിയാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഞാൻ സർവേ ഒന്നും നടത്തിയിട്ടില്ല, പക്ഷേ ഇത് ഞാൻ കൃത്യമായി യാത്ര ചെയ്ത് തന്നെ സഞ്ചരിച്ച് മനസ്സിലാക്കിയിട്ടുള്ള യാഥാർത്ഥ്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. ഞാൻ 2021 ഏറ്റവും ആദ്യം ഈ പറയുന്ന പിണറായി വിജയൻ തുടർഭരണം വരും എന്ന് പ്രവചിച്ചിരുന്ന ഒരാളാണ്. അതുപോലെ തന്നെ പുതുപ്പള്ളിയും തൃക്കാക്കരയും പാലക്കാടും അടക്കമുള്ള ഉപതെരഞ്ഞെടുപ്പുകൾ കൃത്യമായ കണക്കുകളോടുകൂടി തന്നെ പ്രവചിച്ചിരുന്ന ഒരാളാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് സീറ്റുകൾ കുറയുമെന്ന് ഞാൻ ക്രൈം ഓൺലൈനിൽ കൊടുത്തുള്ള ഇന്റർവ്യൂവിലൊക്കെ തന്നെ കൃത്യമായി പ്രവചിച്ചിരുന്ന ഒരാളാണ്. കർണാടകത്തിലെയും അതുപോലെ തന്നെ ഈ പറയുന്ന UP-യിലെയും ഒക്കെ തെരഞ്ഞെടുപ്പുകളും ഞാൻ ഇതുപോലെ പ്രവചിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ ഇതിൽ എൻ്റെ ഒരു പ്രവചനമാണ് ഞാനിപ്പോൾ പറഞ്ഞു നിർത്തിയത്. ഇനി നമുക്ക് 5 മണ്ഡലങ്ങൾ പുതിയത് കൂടി ഒന്ന് നോക്കാം. അതിൽ ഏറ്റവും ആദ്യത്തേത് പാലക്കാടാണ്. പാലക്കാടിൻ്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ 12 മണ്ഡലങ്ങളാണ് അവിടെ ടോട്ടലി ഉള്ളത്. അതിൽ നിലവിൽ UDF-ന് വെറും 2 മണ്ഡലങ്ങൾ മാത്രമേ ഉള്ളൂ. LDF-ന് 10 മണ്ഡലങ്ങൾ. മണ്ണാർക്കാടും പാലക്കാടും മാത്രമാണ് UDF-ന്റെ കയ്യിലുള്ളത്. അതിൽ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലെ പുറത്താക്കേണ്ടി വന്നു എന്നുള്ളത് നമുക്കറിയാം. സിറ്റിംഗ് MLA ആണ്, പക്ഷെ അദ്ദേഹം അവിടെ മത്സരിക്കുന്നില്ല. അദ്ദേഹം ഉപതെരഞ്ഞെടുപ്പിലാണ് ജയിച്ചത്. അതിനു മുമ്പ് ഷാഫി പറമ്പിലായിരുന്നു അവിടെ MLA എന്നുള്ള വിവരവും ഒക്കെ നിങ്ങൾക്കറിയാം. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ 18,600 വോട്ടുകൾക്ക് മുകളിൽ നേടി ജയിക്കും എന്ന് പറഞ്ഞിരുന്ന ഒരാളാണ് ഞാൻ. 18,840 വോട്ടുകളാണ് അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ കിട്ടിയത്. അപ്പോൾ അതിൽ നമ്മൾ ഏറ്റവും ആദ്യം ഇപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത് തരൂരാണ്. ആ തരൂരിൽ കറണ്ട് MLA, ഇപ്പം നിലവിലുള്ള MLA എന്ന് പറയുന്നത് സുമോദാണ്. കഴിഞ്ഞ തവണ തന്നെ അദ്ദേഹം 51.58% വോട്ടുകൾ നേടി ജയിച്ച ഒരാളാണ്. 24,531 വോട്ടിന്റെ ഭൂരിപക്ഷം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. അദ്ദേഹം തന്നെയാണ് ഇത്തവണയും മത്സരിക്കുന്നത് LDF-ൽ നിന്നും. KG സുബ്രഹ്മണ്യനാണ് UDF-ൽ നിന്ന് മത്സരിക്കുന്നത്. സുരേഷ് ബാബുവാണ് BJP-യിൽ നിന്ന് മത്സരിക്കുന്നത്. ഒന്നും സംഭവിക്കില്ല, ഉറപ്പായിട്ടും തന്നെ തരൂരിൽ ഈ PP സുമോദ് ജയിക്കും. രണ്ടാമത്തെ മണ്ഡലം എന്ന് പറയുന്നത് ആലത്തൂരാണ്. ആലത്തൂരിൽ നിലവിലുണ്ടായിരുന്ന MLA എന്ന് പറയുന്നത് KD പ്രസേനനാണ്. അദ്ദേഹം കഴിഞ്ഞ തവണ 55.15% വോട്ട് നേടി ജയിച്ച ഒരാളാണ്. LDF-ന്റെ MLA ആണ്. 34,118 വോട്ടിന്റെ വലിയ ഭൂരിപക്ഷമാണ് ഉണ്ടായിരുന്നത്. ഇത്തവണ LDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ മത്സരിക്കുന്നത് TM ശശിയാണ്. അതുപോലെ തന്നെ UDF-ന്റേത് KM ഫെബിനാണ് മത്സരിക്കുന്നത്. വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിക്കില്ല. LDF ആ മണ്ഡലം നിലനിർത്തും, അതായത് ശശി ജയിക്കും. മൂന്നാമത്തേത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ്. അത് തൃത്താലയാണ്. തൃത്താലയിൽ വലിയ ഫൈറ്റ് നടക്കുന്ന ഒരു മണ്ഡലമാണ്. കാരണം MP രാജേഷ് എന്ന് പറയുന്ന CPM-ന്റെ വലിയ നേതാവ്, മന്ത്രി, അദ്ദേഹം മത്സരിക്കുന്ന സ്ഥലമാണ്. കഴിഞ്ഞ തവണ മത്സരിച്ചവർ തന്നെയാണ് അവിടെ മത്സരിക്കുന്നത്, ഏറ്റുമുട്ടുന്നത്. കഴിഞ്ഞ തവണ അദ്ദേഹം തോൽപ്പിച്ചത് VT ബൽറാമിനെയാണ്, കോൺഗ്രസിന്റെ. ആ VT ബൽറാമും അവിടെ മത്സരിക്കുന്നു. കഴിഞ്ഞ തവണ 46% വോട്ടുകൾ രാജേഷിനും 44% വോട്ടുകൾ VT ബൽറാമിനുമാണ് കിട്ടിയത്. ചെറിയ വ്യത്യാസത്തിലാണ് പരാജയപ്പെട്ടത്. 3016 വോട്ടുകളുടെ വ്യത്യാസത്തിനാണ്. കൃത്യം പറഞ്ഞാൽ 2% വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്ന് ചുരുക്കം. എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒരാൾ 1% വോട്ട് മേടിച്ചാൽ മറ്റേയാൾ തോക്കും എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. പക്ഷെ എങ്കിൽ പോലും MP രാജേഷ് ഈ കഴിഞ്ഞ 5 കൊല്ലവും കൃത്യമായിട്ട് ആ മണ്ഡലം നോക്കിയിട്ടുണ്ട്. അതിന്റെ ഗുണം അദ്ദേഹത്തിന് കിട്ടാനുണ്ട്. അതുകൊണ്ട് ചെറിയ ഭൂരിപക്ഷത്തിലാണെങ്കിൽ പോലും വലിയ ഫൈറ്റിനൊടുവിൽ അവിടെ MP രാജേഷ് ജയിക്കും എന്നുള്ളതാണ്. V ഉണ്ണികൃഷ്ണന് കഴിഞ്ഞ തവണ BJPക്ക് കിട്ടിയത് ഒരു 8% വോട്ടാണ്. ഇത്തവണ അതുപോലും കിട്ടാൻ സാധ്യതയില്ല. ഒരു 7% വോട്ടുകളാണ് കിട്ടാൻ സാധ്യത. അതാണ് അവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത്. നാലാമത്തെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള മണ്ഡലം പട്ടാമ്പിയാണ്. പട്ടാമ്പിയിൽ CPI ആണ് മത്സരിക്കുന്നത്. മുഹമ്മദ് മുഫ്സിൻ എന്ന് പറയുന്ന ഒരു JNU-ലൊക്കെ പഠിച്ചു വന്നിട്ടുള്ള ഒരാളാണ് മത്സരിക്കുന്നത്. അദ്ദേഹം ഒരു സ്റ്റുഡൻറ് ലീഡർ ആയിരുന്നു അദ്ദേഹം. അപ്പോൾ ആ മുഫ്സിൻ തന്നെയാണ് ഇത്തവണ മത്സരിക്കുന്നത്. പാർട്ടിയിൽ അദ്ദേഹത്തിന് അത്ര വലിയ സ്ഥാനങ്ങളൊന്നുമില്ല. പക്ഷേ സമ്മേളനത്തിനൊക്കെ വന്നിട്ട് അദ്ദേഹത്തിന് തിരിച്ചു പോകേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ എങ്കിലും അദ്ദേഹം അവിടെ നിന്ന് എളുപ്പത്തിൽ ജയിക്കും. TP ഷാജിയാണ് UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. പിന്നെ ഒരു മനോജ് BJPയുടെ NDA-യുടെ സ്ഥാനാർത്ഥിയായിട്ട് കൂടി മത്സരിക്കുന്നു. എങ്കിലും മുഹമ്മദ് മുഫ്സിൻ അവിടെ നിന്ന് ജയിക്കും. മറ്റൊരു മണ്ഡലം, പ്രധാനപ്പെട്ട മണ്ഡലം എന്ന് പറയുന്നത് ഷൊർണൂരാണ്. ഷൊർണൂരിൽ ഇപ്പോഴുള്ള MLA എന്ന് പറയുന്നത് മമ്മിക്കുട്ടിയാണ്. മമ്മിക്കുട്ടി കഴിഞ്ഞ തവണ 49.2% വോട്ടുകൾ നേടിയാണ് അവിടെ നിന്ന് ജയിച്ചിട്ടുള്ളത്. CPM-ൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ പുറത്തായ PK ശശി, തീവ്രത കുറഞ്ഞ PK ശശിയുടെ ഒക്കെ ഒരു മേഖലയാണ്.
കഴിഞ്ഞ തവണ ഈ മമ്മിക്കുട്ടി ജയിക്കുമ്പോൾ തന്നെ 24.2% വ്യത്യാസം ഉണ്ടായിരുന്നു തൊട്ടടുത്ത സ്ഥാനാർത്ഥിയുമായിട്ട്. എന്ന് പറഞ്ഞാൽ 36,674 വോട്ടുകൾക്കാണ് ജയിച്ചത് എന്നുള്ളത് ചുരുക്കം. കഴിഞ്ഞ തവണ അവിടെ മത്സരിക്കുമ്പോൾ സന്ദീപ് വാര്യർ എന്ന് പറയുന്ന BJPയുടെ സ്ഥാനാർത്ഥി, അന്ന് അദ്ദേഹം BJPയിലായിരുന്നു, അദ്ദേഹം അവിടെ മത്സരിച്ചിരുന്നു. 24% വോട്ടുകളാണ് അദ്ദേഹത്തിന് കിട്ടിയത്. 25% വോട്ടുകളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കിട്ടിയത് എന്ന് പറയുന്ന ഒരു പ്രത്യേകതയുണ്ട്. ഇത്തവണ അവിടെ മത്സരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഹരിഗോവിന്ദനാണ്. അദ്ദേഹം ഒരു റിട്ടയർഡ് അധ്യാപകനാണ്. സന്ദീപ് വാര്യർ വന്നാൽ ഞാൻ സന്തോഷത്തോടുകൂടി സീറ്റ് ഒഴിഞ്ഞു കൊടുക്കും എന്നൊക്കെ പറഞ്ഞ ഒരാളാണ്. കൂടാതെ ഈ ഒരു യുവമുഖവും ചർച്ചയിലെ സാന്നിധ്യവുമായിട്ടുള്ള BJPയുടെ ശങ്കുട്ടി ദാസാണ് അവിടെ മത്സരിക്കുന്നത്. BJPക്കും വലിയ വോട്ട് പെർസെൻറ്റേജ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ. കഴിഞ്ഞ തവണ തന്നെ 24% കിട്ടിയതാണ്. ശങ്കുട്ടി ദാസ് അത് ഉയർത്തുമോ ഇല്ലയോ എന്നുള്ളത് മാത്രമേ അറിയാനുള്ളൂ. ജയത്തിനൊന്നും വ്യത്യാസം ഉണ്ടാവില്ല. മമ്മിക്കുട്ടി അവിടെ നിന്ന് എളുപ്പത്തിൽ ജയിക്കും എന്നുള്ളതാണ് വാസ്തവം. അടുത്തത് ഒറ്റപ്പാലമാണ്. ഒറ്റപ്പാലത്ത് കഴിഞ്ഞ തവണ ഇപ്പോഴുള്ള MLA എന്ന് പറയുന്നത് K പ്രേംകുമാറാണ്. അദ്ദേഹം കഴിഞ്ഞ തവണ ജയിച്ചത് 46.7% വോട്ടുകൾ നേടിയാണ്. എന്ന് പറഞ്ഞാൽ 9.5% മാർജിൻ തന്നെ ഉണ്ടായിരുന്നു. 15,152 വോട്ടുകളുടെ വ്യത്യാസമുണ്ടായിരുന്നു. ഇത്തവണ അവിടെ മത്സരിക്കുന്നത് CPMൽ നിന്ന് പോയിട്ടുള്ള PK ശശിയാണ്. ആ PK ശശി വിസ്മയമാണ് മത്സരിക്കുന്നത്. ആ വിസ്മയങ്ങളൊന്നും സൃഷ്ടിക്കില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കൂടാതെ അവിടെ മേജർ രവിയും മത്സരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വോട്ട് പെർസെൻറ്റേജ് BJPയുടെ താഴാനാണ് സാധ്യത. അവിടെ നിന്ന് എളുപ്പത്തിൽ LDF എന്ത് ചെയ്യും, ജയിച്ച് കയറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇനി അടുത്തത് കോങ്ങാടാണ്. കോങ്ങാടിലെ ഇപ്പോഴത്തെ നിലവിലുള്ള MLA ശാന്തകുമാരിയാണ്. ശാന്തകുമാരി തന്നെയാണ് LDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ മത്സരിക്കുന്നത്. CPMന്റെ കഴിഞ്ഞ തവണ അവർ 49.3% വോട്ടുകൾ മേടിച്ചാണ് ജയിച്ചത്. അവിടെ ഈ കഴിഞ്ഞ തവണ UC രാമന് 29.6% വോട്ടുകളും അതുപോലെ BJPക്ക് 20% വോട്ടുകളുമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ഇത്തവണ അവിടെ മത്സരിക്കുന്ന UDFന്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് KA തുളസിയാണ്. തുളസിയെ നിങ്ങൾ അറിയില്ലെങ്കിലും പാലക്കാടുള്ള VK ശ്രീകണ്ഠൻ അറിയും. അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. ഭാര്യ ആയതുകൊണ്ടല്ല അവരെ മത്സരിപ്പിക്കുന്നത്. അവർ നേരത്തെ മുതൽ തന്നെ കോൺഗ്രസിന്റെ നേതാവാണ്. വലിയ ഫൈറ്റ് ഒന്നും കൊടുക്കാൻ കഴിയില്ല. വലിയ മാർജിനിൽ ഉറപ്പായിട്ടും ശാന്തകുമാരി അവിടെ നിന്ന് ജയിക്കും. BJPയുടെ വോട്ടുകൾ അവിടെ കുറയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇനി അടുത്തത് മണ്ണാർക്കാടാണ്. മണ്ണാർക്കാട് ഇത്രയും നേരം പറഞ്ഞതെല്ലാം തന്നെ ഒരു LDF മണ്ഡലങ്ങളായിരുന്നെങ്കിൽ മണ്ണാർക്കാട് IUMLന്റെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഷംസുദ്ദീനാണ് മത്സരിക്കുന്നത്. അദ്ദേഹം കഴിഞ്ഞ തവണ 47.3% വോട്ടുകൾ നേടിയെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത് 44% വോട്ടുകൾ നേടാനായിട്ട് LDF സ്ഥാനാർത്ഥി കൂടി കഴിഞ്ഞിരുന്നു. അവിടെ CPIയുടെ സ്ഥാനാർത്ഥിയാണ്. 5,870 വോട്ടുകൾക്കാണ് കഴിഞ്ഞ തവണ അദ്ദേഹം ജയിച്ചിട്ടുള്ളത് ഷംസുദ്ദീൻ. ഇത്തവണ അദ്ദേഹം തന്നെ മത്സരിക്കുന്നു. ഇത്തവണ കുറച്ചുകൂടി സമ്പന്നനായിട്ടുള്ള ഒരു ബിസിനസ്സുകാരനാണ് അവിടെ CPIയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ളത്. അത് പെയ്ഡ് സീറ്റാണ് എന്ന് പറയുന്ന ചില ആരോപണങ്ങളൊക്കെ ഉണ്ട്. മൻസിൽ അബൂബക്കർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. NDAയുടെ സ്ഥാനാർത്ഥി ഐസക് വർഗീസ് ആണ്. ഒരു 8% വോട്ടുകൾ പിടിച്ചേക്കാം. ഷംസുദ്ദീൻ അവിടെ നിന്ന് ഇത്തവണ ഒരു കംഫർട്ടബിൾ മജോറിറ്റിയിൽ ജയിക്കും. ഒരു 10,000 വോട്ടുകൾക്കടുത്ത് അദ്ദേഹം ജയിക്കും എന്നുള്ളതാണ് വാസ്തവം. ഇനി അടുത്ത 9ാമത്തെ മണ്ഡലം എന്ന് പറയുന്നത് മലമ്പുഴയാണ്. അത് ഇപ്പോഴത്തെ MLA എന്ന് പറയുന്നത് പ്രഭാകരനാണ്. അദ്ദേഹം അവിടെ നിന്ന് 46.7% വോട്ടുകൾ നേടി ജയിച്ചൊരാളാണ്. അതുപോലെ അവിടെ മത്സരിക്കുന്നത് മറ്റൊരു VD സതീശന്റെ വിസ്മയമാണ്. അത് BSH ആകുന്നതിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിട്ടുള്ള സുരേഷാണ്. സുരേഷ് അവിടെ 3ാം സ്ഥാനത്തേക്ക് പോകും. ഒരു സംശയവുമില്ല. ഒരു വിസ്മയവും ഉണ്ടാക്കാൻ കഴിയില്ല. അവിടെ കഴിഞ്ഞ തവണയും 2ാം സ്ഥാനത്ത് BJP ആയിരുന്നു. കൃഷ്ണകുമാർ ആയിരുന്നു. കൃഷ്ണകുമാറിന് പക്ഷേ 30% വോട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഇത്തവണയും കൃഷ്ണകുമാർ അതിനേക്കാൾ കൂടുതൽ വോട്ട് ചിലപ്പോൾ ഉയർത്താനുള്ള സാധ്യതകളുണ്ട് എന്നാണ് കേൾക്കുന്നത്. പക്ഷെ അവിടെ നിന്ന് എന്താണെങ്കിലും LDF തന്നെ ആ സീറ്റ് നിലനിർത്തും. പ്രഭാകരൻ ജയിക്കും എന്നുള്ളതാണ്. 10ാമത്തെ മണ്ഡലം എന്ന് പറയുന്നത് ഇപ്പോൾ K കൃഷ്ണൻകുട്ടിയാണ് അവിടുത്തെ MLA. അദ്ദേഹം മന്ത്രിയായിരുന്നു, വിദ്യുശക്തി വകുപ്പ് മന്ത്രിയായിരുന്നു. 55.38% വോട്ടുകൾ നേടി ജയിച്ചിട്ടുള്ള ഒരു മണ്ഡലമാണ്. 33,878 വോട്ടുകളുടെ ഭൂരിപക്ഷമുണ്ട്. അവിടെ പഴയ അവിടുന്ന് MLA ആയിരുന്ന അച്യുതന്റെ മകനായിട്ടുള്ള സുമേഷ് അച്യുതനാണ് കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നത്. LDFന് വേണ്ടി മത്സരിക്കുന്നത് V മുരുകദാസ് എന്ന് പറയുന്ന ഒരു കാൻഡിഡേറ്റ് ആണ്. പക്ഷേ ഇത്തവണ അവിടെ വലിയ അട്ടിമറി നടക്കും. NDAയുടെ സ്ഥാനാർത്ഥി പ്രാണേഷ് രാജേന്ദ്രനാണ്. അവിടെ വലിയ അട്ടിമറി നടന്ന് UDFന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സുമേഷ് അച്യുതൻ ജയിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അവിടെ കൃഷ്ണൻകുട്ടി മത്സരിക്കുന്നില്ല എന്നുള്ളതാണ് സുമേഷ് അച്യുതന് ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. കൂടാതെ അദ്ദേഹം ആ മണ്ഡലത്തിൽ തന്നെ നിരന്തരമായി ഉണ്ടായിരുന്ന ഒരാളാണ്. 11ാമത്തെ മണ്ഡലം എന്ന് പറയുന്നത് നെന്മാറയാണ്. നെന്മാറയിൽ K ബാബുവാണ് അവിടുത്തെ MLA എന്ന് പറയുന്നത്. അദ്ദേഹം ഇത്തവണ മത്സരിക്കുന്നില്ല. 53.3% വോട്ടുകൾ നേടിയ ഒരു മണ്ഡലമാണ്.
ഇത്തവണ കെ പ്രേമനാണ് LDFിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. അതുപോലെ DCC പ്രസിഡന്റായിട്ടുള്ള തങ്കപ്പനാണ് നെന്മാറയിൽ നിന്ന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. വലിയ ഫൈറ്റാണ്. ചെറിയ മാർജിനിൽ, അല്ലെങ്കിൽ BJPക്ക് അവിടെ അനുരാഗ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ട്. പക്ഷേ 8-9% വോട്ടുകൾ കിട്ടും. പക്ഷേ വലിയ മാർജിനിൽ അല്ലെങ്കിലും ചെറിയ മാർജിനിലാണെങ്കിലും അവിടെ നിൽക്കുന്ന പ്രേമൻ ഉറപ്പായിട്ടും ജയിക്കും. ഒരു കംഫർട്ടബിൾ മെജോറിറ്റിയിൽ ജയിക്കാനാണ് സാധ്യത. അടുത്തത് പാലക്കാടാണ്. പാലക്കാട് ഇപ്പോഴത്തെ MLA രാഹുൽ മാങ്കൂട്ടത്തിലാണ്. പുള്ളി മത്സരിക്കുന്നില്ല എന്ന് നമുക്കറിയാം. പുള്ളി പല പ്രചരണ ആയുധങ്ങളും ഒക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ചില തട്ടുപൊളിപ്പൻ നമ്പറുകളൊക്കെ ഒക്കെ ആയിട്ട് ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള തരികിട നമ്പറുകളൊക്കെ ആയിട്ട് പുള്ളി ഇറങ്ങിയിട്ടുണ്ട്. ഇത്തവണ അവിടെ മത്സരിക്കുന്നത് സ്ഥാനാർത്ഥി ഒരു പൊളിറ്റിക്കൽ ഫൈറ്റിന് കോൺഗ്രസ് തയ്യാറായില്ല. രമേഷ് പിഷാരടി എന്ന് പറയുന്ന ഒരു സിനിമാ നടനാണ് അവിടെ മത്സരിക്കുന്നത്. അതുപോലെ LDFിന് മത്സരിക്കുന്നത് NMR റസാഖ് എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്. അദ്ദേഹം ഒരു LDF സ്വതന്ത്രനായിട്ട് അവിടെ മത്സരിക്കുകയാണ്. കൂടാതെ NDAയുടെ ഏറ്റവും കരുത്തായിട്ടുള്ള സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനുമാണ് മത്സരിക്കുന്നത്. ഈ രണ്ടുപേരടക്കം ജയിക്കാൻ ആരൊക്കെ തമ്മിലാണ് ഫൈറ്റ് എന്ന് ചോദിച്ചാൽ എല്ലായ്പ്പോഴും അവിടെ LDF മൂന്നാമതെത്തുന്ന ഒരു മണ്ഡലമാണ്. പക്ഷേ ഇത്തവണ എൻ്റെ ഒരു ഗട്ട് ഫീലിംഗ് എന്ന് പറയുന്നത് അവിടെ LDF ജയിക്കാനുള്ള സാധ്യതകൾ കൂടി എഴുതാണ്ട് ഈക്വലായി തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ശോഭാ സുരേന്ദ്രൻ ജയിക്കാനുള്ള സാധ്യതകളില്ല. കാരണം ശോഭാ സുരേന്ദ്രനെ തോൽപ്പിക്കാനുള്ള പണി അവിടെ BJPക്ക് അകത്ത് തന്നെ വളരെ വ്യാപകമായി നടക്കുന്നുണ്ട്. അവിടെ ഈക്വലി വരാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് രമേഷ് പിഷാരടിയും NMR റസാഖും ആയിരിക്കും. NMR റസാഖ് കഴിഞ്ഞ തവണ ഈ ലോക്കൽ ബോഡിയിലേക്ക് വന്ന തെരഞ്ഞെടുപ്പിൽ 43,000 വോട്ടുകൾ CPMനും LDFിനും പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 49,000-ഓളം വോട്ടുകളാണ് UDFിന് പിടിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൽ നിന്നൊരു 4,000-5,000 വോട്ട് കൂടി പിടിച്ചാൽ ഒരുപക്ഷെ NMR റസാഖ് ജയിച്ചേക്കാനുള്ള സാധ്യതകളുണ്ട്. ഇത് പറയുമ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ഞാൻ ഒരുപക്ഷെ നാളെ ചോദ്യം ചെയ്യപ്പെടാനുള്ള ഒരു കാര്യമാണെന്നറിയാം. പക്ഷേ എനിക്ക് എൻ്റെ ഒരു ഗട്ട് ഫീലിംഗ് അതാണ്. എനിക്കത് പറയാതിരിക്കാൻ വയ്യ. ഈക്വലി ഞാൻ കൊടുക്കുന്നത് രമേഷ് പിഷാരടിക്കും അതുപോലെ തന്നെ NMR റസാഖിനുമാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഞാനിപ്പോൾ തൽക്കാലം അത് കണക്ക് കൂട്ടുന്നത് LDFിൻ്റെ കൂട്ടത്തിലാണ് എന്നുള്ളത് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. ഇതിൽ പാലക്കാട് നമ്മളിപ്പോൾ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ പാലക്കാടിൻ്റെ എല്ലാ മണ്ഡലങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പാലക്കാട് കഴിഞ്ഞ തവണ LDF 10 ആയിരുന്നു, UDF 2 ആയിരുന്നുവെങ്കിൽ ഏതാണ്ട് അത് തന്നെ ഇത്തവണയും നിലനിർത്തും. പക്ഷേ ഇത്തവണ ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ തവണ മണ്ണാർക്കാട് പാലക്കാടുമായിരുന്നെങ്കിൽ ഇത്തവണ മണ്ണാർക്കാടും ചിറ്റൂരുമായിരിക്കും എന്ന് പറയുന്ന വ്യത്യാസമേ ഉള്ളൂ. അടുത്തതായി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒരു ജില്ലയാണ്. 13 സീറ്റുകളുണ്ട്. തൃശ്ശൂരാണ്. അവിടെ കഴിഞ്ഞ തവണ LDFിന് 12 സീറ്റുകളും അതുപോലെ UDFിന് 1 സീറ്റും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ UDFിൻ്റെ 1 സീറ്റ് എന്ന് പറയുന്നത് ചാലക്കുടിയിലായിരുന്നു. ഇത്തവണ നമുക്ക് ഓരോ മണ്ഡലങ്ങളായി പരിശോധിക്കാം. ഏറ്റവും ആദ്യത്തെ മണ്ഡലം എന്ന് പറയുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂരിൽ കഴിഞ്ഞ തവണ CPIയുടെ P ബാലചന്ദ്രനാണ് ജയിച്ചത്. പക്ഷേ 0.7% വോട്ടിനാണ്. എന്ന് പറഞ്ഞാൽ 34.4% വോട്ടുകൾ P ബാലചന്ദ്രനും അതുപോലെ അവിടെ കഴിഞ്ഞ തവണ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ മത്സരിച്ചിരുന്ന പത്മജ വേണുഗോപാലിനും 33.7% വോട്ടുകൾ കിട്ടി. എന്ന് പറഞ്ഞാൽ 0.7% അല്ലെങ്കിൽ കൃത്യമായി പറഞ്ഞാൽ 946 വോട്ടുകൾക്കാണ് ബാലചന്ദ്രൻ ജയിച്ചത്. പത്മജയെ തോൽപ്പിക്കാൻ അകത്തുള്ളവർ തന്നെ പാരവെച്ചതുകൊണ്ടാണ്. അല്ലെങ്കിൽ അവർ നിയമസഭയിൽ ഉണ്ടാകുമായിരുന്നു. യഥാർത്ഥത്തിൽ ഇന്ന് കോൺഗ്രസ് വിട്ടുപോയി BJPയിൽ ജോയിൻ ചെയ്യില്ലായിരുന്നു. പക്ഷേ ഇത്തവണ BJPയുടെ സ്ഥാനാർത്ഥിയെ അതേ പത്മജ വേണുഗോപാൽ അവിടെ മത്സരിക്കുന്നുണ്ട്. അവിടെ ഇത്തവണ CPI സ്ഥാനാർത്ഥിയെ മാറ്റി ഒരു കവിയായിട്ടുള്ള ആലങ്കോട് ലീലാകൃഷ്ണനെയാണ് അവർ രംഗത്തിറക്കിയിട്ടുള്ളത്. അതുപോലെ രാജൻ പല്ലൻ എന്ന് പറയുന്ന പഴയ മേയറെയാണ് യഥാർത്ഥത്തിൽ അവിടെ UDF സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചിട്ടുള്ളത്. നമുക്ക് ഇതുവരെയുള്ള അവിടുത്തെ വലിയ ടൈറ്റായിട്ടുള്ള ഫൈറ്റാണ്. വലിയ നേരിയ മാർജിനൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ എങ്കിൽ പോലും രാജൻ പല്ലൻ ഇത്തവണ അവിടെ നിന്ന് ഒരു കംഫർട്ടബിൾ മെജോറിറ്റിയിൽ ജയിക്കാനും BJPയുടെ വോട്ട് ഷെയർ കുറയാനുമുള്ള സാധ്യതകളാണ് അവിടെ നിലനിൽക്കുന്നതെന്നാണ് ചില സർവേകളൊക്കെ എനിക്കറിയാം. പത്മജ വേണുഗോപാൽ ജയിക്കുമെന്നൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ അത് സംഭവിക്കാനുള്ള സാധ്യതയില്ല. അവിടെ രാജൻ പല്ലൻ ജയിക്കാനാണ് സാധ്യത. ഇനി അടുത്തത് നാട്ടികയാണ്. അവിടെയും വലിയൊരു വിസ്മയമുണ്ട്. കാരണം CC മുകുന്ദൻ എന്ന് പറഞ്ഞ CPIയുടെ MLA, ഒരു അഴിമതിയൊന്നും കാണിക്കാത്ത വളരെ ദരിദ്രമായ ചുറ്റുപാടുകളുള്ള ഒരു MLA ആണ്. അദ്ദേഹമാണ് അവിടുത്തെ MLA. അദ്ദേഹം ഇത്തവണ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത്. ജസ്റ്റ് പാർട്ടി മാറി അദ്ദേഹം സ്ഥാനാർത്ഥിയാവുകയാണ്. സ്ഥാനാർത്ഥിയായി എന്ന് പറഞ്ഞാൽ അവിടെ ചില കോമഡികളൊക്കെ ഉണ്ടായിരുന്നു. കാരണം മാറണം ഈ MLA എന്നൊക്കെ പറഞ്ഞ് ബോർഡൊക്കെ വെച്ചിരുന്നു. പിന്നെ ലാസ്റ്റ് അതൊക്കെ പൊളിച്ച് കളഞ്ഞു എന്നുള്ളതാണ് BJPയുടെ ബോർഡുകളൊക്കെ തന്നെ. ഇത്തവണ അവിടെ BJP ഒരു CC മുകുന്ദൻ തന്നെ പെയ്ഡ് സീറ്റ് വിവാദം ഉയർത്തിയിട്ടുള്ള ഒരു MLA ഒരാളാണ് മത്സരിക്കുന്നത്. അത് ഗീതാ ഗോപിയാണ്. ഗീതാ ഗോപി പണം കൊടുത്താണ് സീറ്റ് മേടിച്ചതെന്ന് പറയുന്നു. അതുപോലെ കോൺഗ്രസിന്റെ സുനിൽ ലാലൂരാണ് അവിടെ മത്സരിക്കുന്നത്. വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. കാരണം ഗീതാ ഗോപി തന്നെ ജയിക്കും. അവിടെ LDF നിലനിർത്തും. അടുത്തത് മണലൂർ എന്ന് പറയുന്ന ഒരു മണ്ഡലമാണ്. മൂന്നാമത്തെ മണ്ഡലമാണ്. അവിടെ VM സുധീറിനൊക്കെ ജയിച്ചിട്ടുള്ള ഒരു മണ്ഡലമാണ്. അവിടെ UDFിൻ്റെ ഏറ്റവും
പ്രതാപിയായ TN പ്രതാപനാണ് അവിടെ നിന്ന് മത്സരിക്കുന്നത് കോൺഗ്രസിൻ്റെ. അതുപോലെ പ്രതാപൻ ഇന്നുവരെ ഒരു തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിച്ച് തോറ്റിട്ടില്ലാത്ത ഒരാളാണ്. LDFിൻ്റെയും വളരെ കരുത്തനായിട്ടുള്ള CPMൻ്റെ സാരഥിയാണ് C രവീന്ദ്രനാഥാണ്. പഴയ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹവും അവിടെ മത്സരിക്കുന്നുണ്ട്. കൂടാതെ NDAയുടെ KK അനീഷ് കുമാർ, അദ്ദേഹം ജില്ലാ പ്രസിഡന്റാണ്, അദ്ദേഹവും മത്സരിക്കുന്നുണ്ട്. BJPക്ക് ഒരു 18% 20% കൂട്ട് കിട്ടാനുള്ള സാധ്യതകളുണ്ട് എന്ന് ഒഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും തമ്മിലാണ് വലിയ മത്സരം. ആ മത്സരത്തിൽ TN പ്രതാപൻ ജയിക്കും. അതായത് മണലൂർ സീറ്റ് ഇത്തവണ TN പ്രതാപനിലൂടെ UDF പിടിച്ചെടുക്കും എന്നുള്ളതാണ്. അടുത്തത് ഒല്ലൂരാണ്. ഒല്ലൂരിൽ ഇപ്പോൾ നിലവിലുള്ള MLA എന്ന് പറയുന്നത് മന്ത്രിയായിട്ടുള്ള രാജനാണ്, CPIയുടെ മന്ത്രിയാണ്. കഴിഞ്ഞ തവണ അദ്ദേഹം 49.3% വോട്ടുകൾ നേടി ജയിച്ച ഒരാളാണ്. 21,506 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം ജയിച്ചത്. UDFിൻ്റേത് ഷാജി കോടങ്ങോടത്ത് എന്ന് പറയുന്ന ഒരാളാണ് മത്സരിക്കുന്നത്. അതുപോലെ NDAയുടെ ബിജോയ് തോമസ് ആണ്. വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഉറപ്പായിട്ടും തന്നെ ഒല്ലൂരിൽ K രാജൻ ജയിക്കും. അഞ്ചാമത്തത് കയ്പമംഗലമാണ്. അവിടെ വലിയ ഭൂരിപക്ഷത്തിനാണ് കഴിഞ്ഞ തവണ ടൈസൺ മാസ്റ്റർ ജയിച്ചത്. അദ്ദേഹത്തെ ഇത്തവണ അവിടെ മത്സരിപ്പിക്കുന്നില്ല. അദ്ദേഹം പറവൂരിൽ വന്ന് VD സതീശനെതിരെ മത്സരിക്കുകയാണ്. കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് 54% വോട്ടുകൾ കിട്ടിയിരുന്നു. 22,698 വോട്ടുകളുടെ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ എതിർ സ്ഥാനാർത്ഥിയുമായിട്ട് തൊട്ടടുത്ത സ്ഥാനാർത്ഥിയുമായിട്ട് 16% വ്യത്യാസമുണ്ടായിരുന്നു. അവിടെ LDFിൽ നിന്ന് CPIയുടെ KK വത്സരാജാണ് മത്സരിക്കുന്നത്. അതുപോലെ TM നാസറാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് മത്സരിക്കുന്നത്. BJPയുടെ ഒരു അതുല്യ ഘോഷ് മത്സരിക്കുന്നുണ്ട്. ഒരു 10%-ഓളം വോട്ടുകൾ കിട്ടും. അവിടെ വലിയ വിജയം യഥാർത്ഥത്തിൽ KK വത്സരാജനുണ്ടാവും. ഒരു കംഫർട്ടബിൾ മെജോറിറ്റിയിൽ ജയിക്കും. ടൈസൺ മാസ്റ്റർക്ക് കിട്ടിയ ഭൂരിപക്ഷമൊന്നും കിട്ടാൻ സാധ്യതയില്ല. അടുത്തത് പുതുക്കാടാണ്. പുതുക്കാടിൻ്റെ ഇപ്പോഴത്തെ MLA KK രാമചന്ദ്രനാണ്. അദ്ദേഹം കഴിഞ്ഞ തവണ 47.3% വോട്ടുകൾ നേടി ജയിച്ചതാണ്. എന്ന് പറഞ്ഞാൽ എതിർ സ്ഥാനാർത്ഥിയുമായിട്ട് 17.7% വ്യത്യാസമുണ്ടായിരുന്നു. 27,353 വോട്ടുകൾക്കാണ് ജയിച്ചത്. അതുപോലെ ഇത്തവണ അദ്ദേഹം തന്നെ മത്സരിക്കുന്നു LDFിന് വേണ്ടി. UDFിൻ്റേത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് ബാബുരാജാണ് മത്സരിക്കുന്നത്. അതുപോലെ നാഗേഷാണ് BJPക്ക് വേണ്ടി മത്സരിക്കുന്നത്. BJPക്ക് അവിടെ ഒരു 15% കൂടുതൽ വോട്ടുള്ള മണ്ഡലമാണ്. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് KK രാമചന്ദ്രൻ തന്നെ അവിടെ നിന്ന് ഉറപ്പായിട്ടും ജയിക്കും. LDF ആ സീറ്റ് നിലനിർത്തും. ഇനി അടുത്തത് ഇരിങ്ങാലക്കുടയാണ്. ഇരിങ്ങാലക്കുടയിലാണ് എനിക്ക് എൻ്റെ ഒരു ഞെട്ടിക്കുന്ന നിഗമനം നിങ്ങളോട് പറയാനുള്ളത്. അത് R ബിന്ദുവാണ് അവിടെ നിന്ന് മത്സരിക്കുന്നത്. മന്ത്രിയാണ്. നമുക്കറിയുന്നത് പോലെ A വിജയരാഘവൻ്റെ ഭാര്യയാണ് പൊളിറ്റ് ബ്യൂറോ മെമ്പറായിട്ടുള്ള. CPMൻ്റെ ഉന്നതനായിട്ടുള്ള നേതാവാണ്, മന്ത്രിയാണ്. കഴിഞ്ഞ തവണ MLA ആയി ജയിച്ചത്. പക്ഷേ അവർ ചെറിയ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത്. തോമസ് ഉണ്ണിയാടനുമായിട്ടാണ് ജയിച്ചത്. കേരള കോൺഗ്രസിനകത്തൊക്കെ ഉണ്ടായ സ്ഥാനാർത്ഥിയാണ് തോമസ് ഉണ്ണിയാടൻ. അദ്ദേഹം തന്നെ ഇത്തവണ മത്സരിക്കുന്നു. കഴിഞ്ഞ തവണ വലിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും കേവലം 5,949 വോട്ടുകൾക്കാണ് അവരവിടെ നിന്ന് ജയിച്ചിട്ടുള്ളത്. ബിന്ദു എന്ന് പറയുന്നത് തോമസ് ഉണ്ണിയാടൻ ഇത്തവണ ഉറപ്പായും അവിടെ നിന്ന് ജയിക്കും എന്നുള്ളതാണ്. അതുപോലെ NDAയുടെ വോട്ടുകൾ അതുപോലെ കുറയാനുള്ള സാധ്യതയാണുള്ളത്. ഒരു തവണ അവിടെ നിന്ന് ജേക്കബ് തോമസ് മത്സരിച്ചതാണ്. ഇത്തവണ അവിടെ നിന്ന് സന്തോഷ് ചേരക്കുളം മത്സരിക്കുന്നു. ആ വോട്ടുകൾ കുറയും. അതും തോമസ് ഉണ്ണിയാടിന് ഗുണമാകും. യഥാർത്ഥത്തിൽ R ബിന്ദു അവിടെ നിന്ന് തോൽക്കും എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എട്ടാമത്തെ മണ്ഡലം എന്ന് പറയുന്നത് ചാലക്കുടിയാണ്. ചാലക്കുടിയിലെ MLA എന്ന് പറയുന്നത് സനീഷ് കുമാർ ജോസഫാണ്. കഴിഞ്ഞ തവണ തൃശ്ശൂരിൽ നിന്ന് ജയിച്ചിട്ടുള്ള ഏക UDF സ്ഥാനാർത്ഥിയാണ് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. അതുപോലെ അദ്ദേഹം തന്നെയാണ് ഇത്തവണയും മത്സരിക്കുന്നത്. അദ്ദേഹം നേരത്തെ തന്നെ പ്രചരണമൊക്കെ തുടങ്ങിയ ഒരു MLA ആണ്. അതുപോലെ LDFിൽ നിന്ന് മത്സരിക്കുന്നത് ബിജു S ചിറയത്താണ്. ആ ബിജു S ചിറയത്ത് എന്ന് പറയുന്നത് ഇത്തവണ മത്സരിക്കുന്നു. അതുപോലെ NDAയുടെ 2020 സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത്. ചാർലി പോളാണ് മത്സരിക്കുന്നത്. ചാർലി പോൾ കഴിഞ്ഞ തവണയും ഇതുപോലെ മത്സരിച്ചിട്ടുള്ളതാണ് പാർലമെന്റിലേക്കൊക്കെ തന്നെ. അപ്പോൾ അദ്ദേഹം വോട്ടുകൾ നേടിയിട്ടുള്ള ഒരു മണ്ഡലം കൂടിയാണ്. ആ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് കുറച്ചുകൂടി വോട്ട് ഉയർത്താൻ ഒരു പക്ഷെ കഴിഞ്ഞേക്കുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കൂടാതെ BJPയും അതുപോലെ 2020 ഒക്കെ ഒരുമിച്ച് മത്സരിക്കുമ്പോൾ അങ്ങനെ വരുമ്പോൾ വോട്ട് ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അത് സനീഷ് കുമാറിന് വലിയ തലവേദനയാവുകയും അവിടെ LDFിൽ സ്ഥാനാർത്ഥി ജയിക്കാനുള്ള സാധ്യതകളുമുണ്ട് ചാലക്കുടിയിൽ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി അടുത്തത് വടക്കാഞ്ചേരിയിലാണ്. വടക്കാഞ്ചേരിയിൽ ഇപ്പോഴത്തെ നിലവിലുള്ള MLA സേവ്യർ ചിറ്റിലപ്പള്ളിയാണ്. അത് CPMൻ്റെ സ്ഥാനാർത്ഥിയാണ്, LDFിൻ്റെ സ്ഥാനാർത്ഥിയാണ്. അവിടെ PN വൈശാഖ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് മത്സരിക്കുന്നത്. അതുപോലെ ഉല്ലാസ് ബാബു എന്ന് പറയുന്ന ചാനൽ ചർച്ചകളിലേക്ക് ഗർജിക്കുന്ന സിംഹമായിട്ടുള്ള ഉല്ലാസ് ബാബുവും കൂടെ മത്സരിക്കുന്നു. അതുകൊണ്ട് മത്സരം വളരെ കടുത്തതാണ്. പക്ഷേ ഏറ്റവും ഒടുവിൽ വളരെ ഈസിയായി സേവ്യർ ചിറ്റിലപ്പള്ളി തന്നെ ജയിക്കും. LDF നിലനിർത്തും.
അടുത്തത് ചേലക്കരയാണ്. ചേലക്കരയിൽ നമുക്കറിയാം കഴിഞ്ഞ തവണ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോഴാണ് പ്രദീപ് കുമാർ അവിടെ MLA ആയിട്ട് വരുന്നത്. കെ രാധാകൃഷ്ണൻ മത്സരിച്ചപ്പോഴെല്ലാം വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ചിട്ടുള്ളതാണ്. 39,000-ൽ പരം വോട്ടിന് ഭൂരിപക്ഷത്തിന് ജയിച്ചിട്ടുള്ളതാണ്. കഴിഞ്ഞ തവണ ഭൂരിപക്ഷം കുറഞ്ഞ് 12,000 വോട്ടിനാണ് പ്രദീപ് അവിടെ നിന്ന് ജയിക്കുന്നത്. ആ UR പ്രദീപ് തന്നെയാണ് ഇത്തവണ അവിടെ മത്സരിക്കുന്നത്. അതുപോലെ ശിവൻ വെട്ടിക്കുന്ന് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ UDFന്റെ സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കുന്നുണ്ട്. കൂടാതെ കെ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന NDAയുടെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ട്. ഒരു സംവരണ മണ്ഡലമാണ്. അവിടെ നിന്ന് ഉറപ്പായും തന്നെ പ്രദീപ് കുമാർ ജയിക്കും. അടുത്ത 11ാമത്തെ മണ്ഡലം എന്ന് പറയുന്നത് ഗുരുവായൂരാണ്. ഗുരുവായൂരിൽ ഇപ്പം നിലവിലുള്ള MLA NK അക്ബറാണ്. അദ്ദേഹം കഴിഞ്ഞ തവണ 53% വോട്ട് നേടിയാണ് അവിടെ നിന്ന് ജയിച്ചത്. 77,072 വോട്ടുകൾ നേടിയിരുന്നു. ഭൂരിപക്ഷം എന്ന് പറയുന്നത് 18,268 എന്ന് പറഞ്ഞാൽ 12.6% വോട്ടുകൾ ഉണ്ടായിരുന്നു. ആ ഗുരുവായൂർ മണ്ഡലത്തിലാണ് നമ്മുടെ B ഗോപാലകൃഷ്ണൻ ചെന്ന് മത്സരിക്കുന്നത്. ഹിന്ദു MLA ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു ജഗപുക ഉണ്ടാക്കാനും വർഗീയത പടർത്താനും ഒക്കെ ശ്രമിച്ചത്. ഇത്തവണ അവിടെ UDFന്റെ സ്ഥാനാർത്ഥി IUMLന്റെ കാൻഡിഡേറ്റ് ആണ്. കഴിഞ്ഞ തവണ KNA ഖാദറായിരുന്നു മത്സരിച്ചിരുന്നത്. ഇത്തവണ മത്സരിക്കുന്നത് CH റഷീദാണ്. വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിക്കില്ല. അവിടെ ഉറപ്പായിട്ടും LDF തന്നെ നിലനിർത്തും എന്നുള്ളതാണ് വാസ്തവം. പക്ഷെ വോട്ടുകളുടെ ശതമാനവും ഭൂരിപക്ഷവും ഒക്കെ കുറഞ്ഞേക്കാം എന്ന് പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഇനി അടുത്തത് കുന്നംകുളമാണ്. കുന്നംകുളത്ത് യഥാർത്ഥത്തിൽ അവിടെ ഇപ്പോഴുള്ള MLA എന്ന് പറയുന്നത് AC മൊയ്തീനാണ്. ഈ ഗുരുവായൂരിൻ്റെ കാര്യത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവിടെ മുസ്ലിം വോട്ടൊക്കെ ഉള്ള ഒരു മണ്ഡലമാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വോട്ടുകൾ കുറയാനുള്ള സാധ്യതയും ഭൂരിപക്ഷം കുറയാനുള്ള സാധ്യതകളുമുണ്ട്. കുന്നംകുളത്ത് MLA AC മൊയ്തീനാണ്. AC മൊയ്തീൻ നിങ്ങൾക്കെല്ലാം അറിയാം, നമ്മുടെ സഹകരണ ബാങ്കിലെ ചില തട്ടിപ്പുകളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ചില പണമൊക്കെ സീസ് ചെയ്തിട്ടുള്ളതാണ്, കണ്ടുകെട്ടിയിട്ടുള്ളതാണ്. അതുപോലെ പല ചീത്തപ്പേരുകളൊക്കെ ഉണ്ടായിട്ടുള്ള ഒരാളാണ്. പക്ഷെ എങ്കിൽ പോലും അദ്ദേഹം ആ മണ്ഡലത്തിൽ വളരെ ആളുകളുടെ ഇടയിൽ വളരെ ജനകീയനായിട്ടുള്ള ഒരാളാണ്. കോൺഗ്രസിൻ്റെ മത്സരിക്കുന്നത് PT അജയമോഹനാണ്. അതുപോലെ KR റെജിനാണ് BJPയിൽ NDAയിൽ നിന്ന് മത്സരിക്കുന്നത്. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ ഒരു കംഫർട്ടബിൾ മജോറിറ്റിയിൽ AC മൊയ്തീൻ വീണ്ടും അവിടെ നിന്ന് ജയിക്കും എന്നുള്ളതാണ് വാസ്തവം. ഇനി അടുത്ത മണ്ഡലം എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂരാണ്. അതായത് തൃശ്ശൂരിലെ ഏറ്റവും അവസാനത്തെ മണ്ഡലമാണ്. ആ മണ്ഡലത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടുത്തെ MLA എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് BR സുനിൽകുമാറാണ്. അദ്ദേഹം കഴിഞ്ഞ തവണ 48.3% വോട്ടുകൾ, തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥിയേക്കാൾ 23,893 വോട്ടുകൾ, ആ വലിയ മാർജിൻ ഉണ്ടായിരുന്നു. 16.2% വരുന്ന വ്യത്യാസമുണ്ടായിരുന്നു. അവിടെ ഇത്തവണ ഈ സുനിൽകുമാർ തന്നെയാണ് മത്സരിക്കുന്നത്. അദ്ദേഹത്തെ നേരിടാൻ എത്തുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായി നിയമിതനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ട പോയതിൻ്റെ ഒഴിവിൽ നിയമിതനായിട്ടുള്ള OJ ജനീഷാണ്. NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് വർഗീസ് ജോർജാണ്. ഈ വർഗീസ് ജോർജിന് ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ മരുമകനാണ്. എന്ന് പറഞ്ഞാൽ മറിയ ഉമ്മൻ്റെ ഭർത്താവാണ്. അപ്പോൾ അദ്ദേഹം അവിടെ 2020 സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. അദ്ദേഹം വലിയ തോതിലുള്ള പ്രചരണമൊക്കെ നടത്തുന്നുണ്ട്. കുറച്ചുകൂടി മീഡിയകളുടെ ശ്രദ്ധ കിട്ടുന്ന ഒരു മണ്ഡലമാണ്. പക്ഷെ അവിടെ ഒരു വ്യത്യാസവും ഉണ്ടാവില്ല. LDF ഉറപ്പായും ജയിക്കും എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ തൃശ്ശൂരിലെ മണ്ഡലങ്ങളെല്ലാം തന്നെ നമ്മൾ ചർച്ച ചെയ്തിരിക്കുന്നു. നിലവിൽ ആ തൃശ്ശൂരിലുള്ളത് LDFന് 12, UDFന് 1. പക്ഷേ ഇത്തവണ LDFന് അത് 10 കുറയും, UDFന് അത് 3 കൂടും. അങ്ങനെ 13 മണ്ഡലങ്ങളിൽ LDFന് 10, UDFന് 3 തൃശ്ശൂരിൽ കിട്ടുക. അടുത്തത് UDFനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നൽകുന്ന ഒരു ജില്ലയാണ്. മലപ്പുറം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ UDFന്റെ ഏറ്റവും സ്ട്രോങ് ഹോൾഡ് ആയിട്ടുള്ള എറണാകുളമാണ്. ആ എറണാകുളത്ത് 14 മണ്ഡലങ്ങളാണ് ആകെയുള്ളത്. അതിൽ 9 UDFനും LDFന് 5 ഉണ്ടായിരുന്നത്. അതിൽ ഏറ്റവും ആദ്യത്തെ മണ്ഡലം നമ്മൾ എടുക്കുന്നത് നോർത്ത് പറവൂരാണ്. അവിടെ പ്രവചനത്തിനൊന്നും ആവശ്യമില്ല. പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശനാണ് അവിടുത്തെ MLA എന്ന് പറയുന്നത്. അദ്ദേഹം വർഷങ്ങളായി അവിടെ ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം തന്നെ മത്സരിക്കുന്നു അവിടെ. പക്ഷേ ഇത്തവണ സാധാരണ CPI ഏതെങ്കിലും സാധാരണ ഒരു കാൻഡിഡേറ്റിനാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇത്തവണ കയ്പമംഗലത്ത് നിന്നുള്ള ടൈസൺ മാസ്റ്ററെ, അദ്ദേഹം നിലവിലുള്ള MLA ആണ്, അദ്ദേഹത്തെയാണ് പറവൂരേക്ക് വേണ്ടി മത്സരിക്കാൻ നിയോഗിച്ചിട്ടുള്ളത്. BJPയുടെ വത്സല പ്രസന്നകുമാറാണ്. അവർക്കൊരു 7% വോട്ട് കിട്ടും. ബാക്കിയുള്ളത് ഇവർ രണ്ടുപേരും കൂടി വിധിച്ചെടുക്കും. അതിൽ സതീശൻ വലിയ കംഫർട്ടബിൾ മജോറിറ്റിയിൽ അവിടെ നിന്ന് ജയിക്കും. കാരണം നോർത്ത് പറവൂരിൽ നിന്ന് സതീശൻ ജയിച്ചാൽ മുഖ്യമന്ത്രിയാകും എന്നുള്ളതാണ് അവരുടെ പ്രതീക്ഷ. കൂടാതെ സതീശനെ തോൽപ്പിക്കൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരു മത്സരത്തിൻ്റെ പ്രതീതിയൊക്കെ പുറത്തുണ്ടാക്കാൻ കഴിയുമെങ്കിലും അദ്ദേഹം അവിടെ നിന്ന് എളുപ്പത്തിൽ ജയിക്കും. ഇനി അടുത്തത് രണ്ടാമത്തേത് അങ്കമാലിയാണ്. അപ്പോൾ ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടിയുണ്ട്. ഇന്ന് പിണറായി വിജയൻ അരുൺകുമാറിന് കൊടുത്തിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ
അരഡസൻ മന്ത്രിമാർ തോക്കും എന്ന് പറഞ്ഞതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം തിരിച്ചൊരൊറ്റ ചോദ്യം ചോദിച്ചിരിക്കുന്നു. അത് വളരെ മാസ്സായിട്ടുള്ള ഡയലോഗാണ്. അദ്ദേഹം ചോദിച്ചേക്കുന്നത് പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലത്തിൽ എന്താണ് അവിടെ ഈ പറയുന്ന പോലെ എല്ലാം ഓക്കെ ആണോ എന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇല്ലേ, നമ്മുടെ ലൂസിഫർ എന്ന് പറയുന്ന സിനിമയിൽ നിന്നെ രക്ഷിക്കാൻ രാംദാസ് ഇല്ല എന്ന് വില്ലൻ മോഹൻലാലിനോട് പറയുന്ന ഡയലോഗുണ്ട്. ആ മോഹൻലാലിനോട് ഡയലോഗ് പറയുമ്പോൾ മോഹൻലാൽ തിരിച്ചു ചോദിക്കുന്ന ഡയലോഗുണ്ട്, നിന്നെ രക്ഷിക്കാൻ ആരുണ്ടട എന്ന് ചോദിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ആണ് പിണറായി വിജയൻ തിരിച്ചു ചോദിച്ചിട്ടുള്ളത്, പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലം ഭദ്രമാണല്ലോ എന്നാണ് ചോദിച്ചേക്കുന്നത്. എന്ന് പറഞ്ഞാൽ ടൈസൺ മാസ്റ്റർ അവിടെ കുറച്ചുകൂടി വലിയ വെല്ലുവിളികൾ ഉയർത്തും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ എന്താണെങ്കിലും വി ഡി സതീശൻ ജയിക്കും. ഇനി അടുത്ത മണ്ഡലം എന്ന് പറയുന്നത് അങ്കമാലിയാണ്. അങ്കമാലിയിലെ MLA എന്ന് പറയുന്നത് റോജി എം ജോണാണ്, ചെറുപ്പക്കാരനാണ്. UDF MLA ആണ്, അദ്ദേഹം തന്നെ മത്സരിക്കുന്നു. പക്ഷേ ഇത്തവണ ഫൈറ്റ് കൊടുക്കാൻ CPM തീരുമാനിച്ചിട്ടുണ്ട്. അത് മുൻ MLA ആയിട്ട് നിരവധി വർഷങ്ങൾ ജയിച്ചിട്ടുള്ള സാജു പോളിനെ തന്നെയാണ് അവിടെ മത്സരത്തിന് ഇറങ്ങിയേക്കുന്നത്. ആരും എളുപ്പത്തിൽ ജയിച്ചു പോകണ്ട എന്നുള്ളത് CPM തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സാജു പോൾ അവിടെ മുൻ MLA ആണ്, അദ്ദേഹം വന്ന് മത്സരിക്കുന്നു. അദ്ദേഹം ഇതുപോലെ വളരെ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. പക്ഷേ അങ്കമാലിയിൽ എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ അവിടെ ഒരു കോമഡി കൂടി നടക്കുന്നുണ്ട്. അത് നമ്മുടെ നിത എന്ന് പറയുന്ന ഒരു നടിയുടെ ഭർത്താവായിട്ടുള്ള പ്രോമി കുര്യാക്കോസ്. അദ്ദേഹം നല്ല ബിസിനസ്സുകാരനൊക്കെ തന്നെയാണ്. പക്ഷെ അദ്ദേഹം ചില വിക്രിയകളൊക്കെ കാണിച്ച് റീൽസ് ഒക്കെ ഇട്ട് ഫേമസ് ആകാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അദ്ദേഹം 2020 സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നുണ്ട്. പ്രോമി കുര്യാക്കോസ് BJP വോട്ടുകൾ കുറയും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. അദ്ദേഹമാണ് മത്സരിക്കുന്നത്. അപ്പോൾ അതിൽ അവിടെ റോജി എം ജോൺ ഉറപ്പായിട്ടും തന്നെ ജയിക്കും. അത് UDF കിട്ടും. അടുത്തത് ആലുവയാണ്. ആലുവയിലും പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അവിടെ അൻവർ സാദത്താണ് മത്സരിക്കുന്നത്. അദ്ദേഹം ഈസി വാക്കോവറായി ജയിക്കുന്നൊരു മണ്ഡലമാണ്. പക്ഷെ ഇത്തവണ CPM ഫൈറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് AM ആരിഫിനെയാണ് ഇറക്കിയിരിക്കുന്നത്. AM ആരിഫ് നമുക്കറിയാം, ആലപ്പുഴയിൽ നിന്ന് MP ആയിരുന്നു. ആലപ്പുഴ ജില്ലയിൽ നിന്ന് തന്നെ അദ്ദേഹം MLA ആയിട്ടുണ്ട്. വളരെ കരുത്തനായ നേതാവാണ്. സമുദായ സംഘടനകളൊക്കെ ആയിട്ട് വലിയ ബന്ധമുള്ള നേതാവാണ്. മറ്റു പല അണ്ടർ കറണ്ടുകളൊക്കെ നടത്താൻ കഴിയുന്ന ഒരാളാണ്. അപ്പോൾ അത്തരത്തിലുള്ള AM ആരിഫിനെയാണ് അവിടെ നിയോഗിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അൻവർ സാദത്തിനൊന്ന് വിറപ്പിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ്. സത്യത്തിൽ ഇപ്പോഴുള്ള നിലവിലുള്ള സാഹചര്യം അല്ലെങ്കിൽ AM ആരിഫിനോട് ഒരു വർഷം മുമ്പൊക്കെ ഒരു അസൈൻമെൻ്റായി കൊടുത്തിരുന്നെങ്കിൽ അദ്ദേഹം അത് പിടിച്ചെടുക്കാൻ കഴിയുന്ന ശക്തിയുള്ള ഒരാളാണ്. അദ്ദേഹം വന്ന് മത്സരിക്കുന്നു. MA ബ്രഹ്മരാജ് എന്ന് പറയുന്ന BJP ഒരു കാൻഡിഡേറ്റ്, NDA കാൻഡിഡേറ്റ് കൂടിയുണ്ട്. പക്ഷേ അൻവർ സാദത്ത് അവിടെ നിന്ന് കംഫർട്ടബിൾ മജോറിറ്റിയിൽ തന്നെ ജയിക്കും. വലിയ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ജയിക്കും. ഇനി അടുത്തൊരു മണ്ഡലം കളമശ്ശേരിയാണ്. കളമശ്ശേരി ഇതുപോലെ ഒരു സ്റ്റാർ മണ്ഡലമാണ്. കഴിഞ്ഞ തവണ മത്സരിച്ച അതേ ആളുകൾ ഇത്തവണ ഏറ്റുമുട്ടുന്നു. അതിൽ BJP NDA കാൻഡിഡേറ്റ് ആയിട്ട് ഒരു ബിനുവുണ്ട്. വലിയ പ്രസക്തിയൊന്നുമില്ല, ഒരു 10-15% വോട്ടുകൾ പിടിക്കും. അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി VA അബ്ദുൽ ഗഫൂറാണ്. പഴയ ഇബ്രാഹിം കുഞ്ഞിന്റെ മകനാണ്. ഇബ്രാഹിം കുഞ്ഞ് നിരന്തരമായി ജയിച്ചുകൊണ്ടിരുന്ന ഒരു മണ്ഡലമാണ്. യഥാർത്ഥത്തിൽ ഒരു UDF കൾച്ചറുള്ള ഒരു മണ്ഡലമാണ്. ഉറപ്പായും UDF ജയിക്കേണ്ട ഒരു മണ്ഡലമാണ്. പക്ഷെ അബ്ദുൽ ഗഫൂറിന് പലപ്പോഴും മുസ്ലിം ലീഗിനകത്ത് തന്നെയുള്ള ചില എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ കഴിഞ്ഞ തവണ ജയിച്ചിട്ടുള്ളത് നമുക്കറിയാം P രാജീവാണ്. അദ്ദേഹം വ്യവസായ വകുപ്പ് മന്ത്രിയാണ്. CPM ഏറ്റവും പ്രബലനായ കരുത്തനായ നേതാവാണ് എറണാകുളം ജില്ലയിൽ നിന്നുള്ള. അദ്ദേഹം തന്നെ വീണ്ടും മത്സരിക്കുന്നു. ഇത്തവണ ഒരുപക്ഷെ BJP വോട്ടുകൾ NDA വോട്ടുകൾ കുറയാനും ആ വോട്ടുകൾ P രാജീവിന് കിട്ടാനും സാധ്യതയുണ്ട്. P രാജീവ് തന്നെ അവിടെ നിന്ന് ജയിക്കാനാണ് സാധ്യത. ഇബ്രാഹിം കുഞ്ഞിന് പാലം പണിതയിൽ അഴിമതിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചില ചീത്തപ്പേരുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അദ്ദേഹം അവിടെ നിന്നാൽ ജയിക്കുമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ മകന് അത്രത്തോളം വലിയൊരു ഇമേജ് സൃഷ്ടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം പക്ഷെ ആ മണ്ഡലത്തിൽ കഴിഞ്ഞ 5 കൊല്ലവും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷേ തൊട്ട ഓപ്പോസിറ്റ് നിൽക്കുന്നത് P രാജീവ് ആയതുകൊണ്ട് വിജയ സാധ്യതയില്ല. രാജീവ് തന്നെ ജയിക്കും. അടുത്തൊരു മണ്ഡലം എന്ന് പറയുന്നത് ചില അത്ഭുതങ്ങൾ നടന്നിട്ടുള്ള ഒരു മണ്ഡലമാണ്. വഞ്ചകി എന്തൊരു കൊഞ്ചലാണ് നിനക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ടും ഓർക്കേണ്ട ഒരു കവിയാണ് അവിടെ മത്സരിച്ച് ജയിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പേര് എൽദോസ് കുന്നപ്പള്ളിയാണ്. അദ്ദേഹമായിരുന്നു ഒരു നിലവിലുള്ള MLA. അദ്ദേഹത്തിന് ഇത്തവണ കോൺഗ്രസ് സീറ്റ് കൊടുത്തില്ല, കാരണം കൊടുത്താൽ തോക്കും എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ എന്തൊക്കെയോ കൊണ്ട് അദ്ദേഹത്തിന് ഗുഡ് ബുക്കിൽ കയറാൻ പറ്റിയില്ല. നിരവധി പരാതികൾ അദ്ദേഹത്തിൻ്റെ പുറകെ ഉണ്ടായിരുന്നു. ചില പീഡന പരാതികൾ ഉണ്ടായിരുന്നു. പിന്നെ ചില സ്റ്റേജുകളിൽ അദ്ദേഹം കാണിക്കുന്ന വിക്രിയകളൊക്കെ നമ്മൾ കണ്ടാൽ നമുക്ക് തന്നെ നാണം വരും. ഏതെങ്കിലും പെണ്ണിൻ്റെ പുറകെ ഓടുന്ന വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു ഡാൻസ് ചെയ്തുകൊണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ കവിത അത് വളരെ അസഹനീയമാണ്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം കവിത എഴുതാതിരിക്കാൻ നമ്മൾ അദ്ദേഹത്തെ എന്തെങ്കിലും MP MLA ആക്കേണ്ടതാണ്. അവിടെ ഇത്തവണ മത്സരിക്കുന്നത് മനോജ് മൂത്തേട്ടനാണ് കോൺഗ്രസിൽ നിന്ന്. അതായത് എൽദോസ് കുന്നപ്പള്ളിയെ മാറ്റിയിട്ടാണ് മത്സരിക്കുന്നത് നിങ്ങൾ ആലോചിക്കണം. എൽദോസ് കുന്നപ്പള്ളി മത്സരിച്ചാൽ അവിടെ ജയിക്കുമായിരുന്നു ആ മണ്ഡലത്തിൻ്റെ പ്രത്യേകതകൾ വെച്ച്. അവിടെ LDFിൻ്റെ ബേസിൽ പോളാണ് മത്സരിക്കുന്നത്. അതുപോലെ ജിബി പാത്തിക്കൽ എന്ന് പറയുന്ന ഒരാളാണ് NDAക്ക് വേണ്ടി മത്സരിക്കുന്നത്. ജിബിക്കൊക്കെ തന്നെ 70% വോട്ടുകൾ നേടാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത്തവണ
മനോജ് പൂത്തേടൻ ഒരുപക്ഷെ പരാജയപ്പെട്ടേക്കാം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അവിടെ ഒരു തവണ മനോജ് പൂത്തേടനെങ്ങാനും ജയിച്ചാൽ പിന്നെ ഒരു കാരണവശാലും ആ പെരുമ്പാവൂർ മണ്ഡലം വിട്ടുകിട്ടില്ല എന്നും അത് കുത്തകയായി മാറുമെന്നുമുള്ള കൃത്യമായി അറിയാവുന്ന ഒരാൾ എൽദോസ് കുന്നപ്പള്ളിയാണ്. അതുകൊണ്ട് എൽദോസ് കുന്നപ്പള്ളി തൽക്കാലം അടങ്ങിയിരിക്കുന്നു. അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കുമെന്നൊക്കെയാണ് കേട്ടിരുന്നത്. പക്ഷെ അടങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ പോലും ആ മണ്ഡലം വേറൊരു കോൺഗ്രസ്സുകാരന് കൊടുക്കാതിരിക്കാനുള്ള എല്ലാ പണികളും അവിടെ നടക്കും. അതുകൊണ്ട് മനോജ് പൂത്തേടൻ പരാജയപ്പെട്ടാൽ നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. അദ്ദേഹം ഒരു സഭയുടെ സ്ഥാനാർത്ഥി കൂടിയാണ്. പക്ഷെ എങ്കിൽ പോലും പരാജയപ്പെട്ടാൽ നമ്മൾ അത്ഭുതപ്പെടേണ്ട. അത് LDF കിട്ടാനാണ് സാധ്യതകൾ. കുന്നത്തുനാടാണ് മറ്റൊരു മണ്ഡലം. അത് കഴിഞ്ഞ തവണ നമുക്കറിയാം PV ശ്രീനിജൻ മത്സരിച്ച് ജയിച്ചിട്ടുള്ള മണ്ഡലമാണ്. അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നു. പെട്ടെന്ന് അദ്ദേഹം CPM ചേക്കേറിയ ഒരാളാണ്. പഴയ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ CJIയുടെ KG ബാലകൃഷ്ണന്റെ മകളുടെ ഭർത്താവാണ്. പെട്ടെന്ന് സമ്പന്നനായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹമാണ് അവിടെ ജയിച്ചിട്ടുള്ളത്. പക്ഷെ ആ ജയിക്കാനുള്ള കാരണം കുന്നത്ത് നാട്ടിൽ കഴിഞ്ഞ തവണ 2020 പിടിച്ച വോട്ടുകളാണ്. 2020 42,000 വോട്ടുകൾ പിടിച്ചിരുന്നു. 7,000 വോട്ടുകൾ കഴിഞ്ഞ നിയമസഭയിൽ BJP ഉണ്ടായിരുന്നു. ഇത്തവണ 2020 അവിടെ ഏതാണ്ട് 53,000 വോട്ടുകൾ ഈ ലോക്കൽ ബോഡിയിൽ പിടിച്ചിട്ടുണ്ട്. പക്ഷേ ലോക്കൽ ബോഡിയിൽ പിടിച്ച വോട്ടുകൾ അവർക്ക് സാധാരണ നിയമസഭയിൽ കിട്ടാറില്ല. പക്ഷേ നിയമസഭയിലേക്ക് ഇത്തവണ 2020യും അതുപോലെ തന്നെ BJPയും തമ്മിൽ മത്സരിക്കുമ്പോൾ വേണമെങ്കിൽ ജയസാധ്യതയുള്ള ഒരു മണ്ഡലമായിരുന്നു. പക്ഷേ 2020 മത്സരത്തെ അത്ര ഗൗരവത്തിലൊന്നും കണ്ടിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അതുകൊണ്ട് പത്തനംതിട്ടയിൽ നിന്നുള്ള ഒരു ബാബു ദിവാകരനാണ് ഇവിടെ വന്ന് മത്സരിക്കുന്നത്. അപ്പം അതിൽ തന്നെ ഈ പത്തനംതിട്ടയിലുള്ള ബാബു ദിവാകരൻ ഇവിടെ വന്ന് മത്സരിക്കുന്നു. മിക്കവാറും 2020യുടെയും NDAയുടെയൊക്കെ വോട്ടുകൾ കുറയാനാണ് സാധ്യത. അവർക്ക് രണ്ടുപേർക്കും കൂടി ചേർന്ന് വോട്ടുകൾ ഒരിക്കലും കിട്ടില്ല. അങ്ങനെ കിട്ടിയാൽ അവർ ജയിക്കും. പക്ഷേ ഇത്തവണ അവിടെ ഉറപ്പായിട്ടും ശ്രീനിജൻ പരാജയപ്പെടും. അവിടെ ജയിക്കാൻ പോകുന്നത് VP സജീന്ദ്രനാണ്. കാരണം അതൊരു കോൺഗ്രസ് മണ്ഡലമാണ്. അദ്ദേഹം ഈ മണ്ഡലം ഇത്തവണ തിരിച്ചു പിടിക്കും. അതൊരു സംവരണ മണ്ഡലമാണ്. അദ്ദേഹം ഉറപ്പായിട്ടും ജയിക്കും, തിരിച്ചു പിടിക്കും. അടുത്ത 7ാമത്തെ മണ്ഡലം എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിലെ പിറവമാണ്. അവിടെ അനൂപ് ജേക്കബാണ് MLA. പഴയ മന്ത്രിയായിട്ടുള്ള ജേക്കബിൻ്റെ മകനാണ് അദ്ദേഹം. ആ മണ്ഡലത്തിൽ വലിയ യാക്കോബായക്കാരുടെ കേന്ദ്രമായിട്ടുള്ള ഒരു മണ്ഡലമാണ്. അവിടെ സാബു ജേക്കബ് എന്ന് പറയുന്ന LDFന്റെ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ട്. ജിബി എബ്രഹാം എന്ന് പറയുന്ന മറ്റൊരു സ്ഥാനാർത്ഥി NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് 2020യുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നുണ്ട്. ഒന്നും സംഭവിക്കാനില്ല. അവിടെ വളരെ കംഫർട്ടബിൾ മാർജിനിൽ അനൂപ് ജേക്കബ് ജയിക്കും. 8ാമത്തെ മണ്ഡലം മൂവാറ്റുപുഴയാണ്. അവിടുത്തെ MLA കേരളത്തിൽ അറിയപ്പെടുന്ന ഒരാളാണ്, മാത്യു കുഴൽനാടനാണ്. അവിടെ CPIയുടെ മണ്ഡലമാണ്. CPIയുടെ N അരുണാണ് മത്സരിക്കുന്നത്. അതുപോലെ BJPയുടെ NDAയുടെ സണ്ണി കടുത്താഴെ എന്ന് പറയുന്ന ഒരാൾ മത്സരിക്കുന്നു. 10-11% വോട്ടുകൾ പിടിക്കും. വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. മാത്യു കുഴൽനാടൻ അവിടെ നിന്ന് ഈസിയായിട്ട് ജയിക്കും. അടുത്ത മണ്ഡലം എന്ന് പറയുന്നത് വലിയ ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന ഒരു മണ്ഡലമാണ്. യഥാർത്ഥത്തിൽ കോൺഗ്രസ്സുകാർ ഉറപ്പായും ജയിക്കേണ്ട, UDFന് എക്കാലത്തും പെറ്റുവെക്കാവുന്ന ഒരു മണ്ഡലമാണ്. ആ മണ്ഡലം എന്ന് പറയുന്നത് കോതമംഗലമാണ്. പക്ഷേ അത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനാണ് കൊടുത്തിട്ടുള്ളത്. ഷിബു തെക്കുംപുറമാണ് മത്സരിക്കുന്നത്. അദ്ദേഹം വലിയ സമ്പന്നനായിട്ടുള്ള വ്യവസായിയാണ്. അവിടുത്തെ നിലവിലുള്ള MLA ആന്റണി ജോണാണ്. ആന്റണി ജോൺ അവിടെ നിന്ന് മത്സരിക്കുന്നു. ഷിബു തെക്കുംപുറം അവിടെ നിന്ന് മത്സരിക്കുന്നു. അതുപോലെ അജി നാരായണൻ എന്ന് പറയുന്ന NDAയുടെ സ്ഥാനാർത്ഥി കൂടിയുണ്ട്. UDFന്റെ കുത്തക മണ്ഡലമാണ്. പക്ഷേ ഷിബു തെക്കുംപുറം മത്സരിക്കുന്നതുകൊണ്ട് മിക്കവാറും അത് കൈവിട്ട് പോകാറുണ്ട്. കൂടാതെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആന്റണി ജോൺ ആയതുകൊണ്ട് അത് കൈവിട്ട് പോകാറുണ്ട്. ഇത്തവണയും അത് വലിയ പോരാട്ടം നടക്കുമെങ്കിലും യഥാർത്ഥത്തിൽ കണക്കുകൾ നോക്കിയാൽ ഈ പറയുന്ന ഷിബു തെക്കുംപുറം ജയിക്കേണ്ടതാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ തവണ 2020 അവിടെ നിന്ന് ഒരു 6,000-7,000 വോട്ട് പിടിച്ചിരുന്നു. ആ വോട്ടുകൾ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഷിബു തെക്കുംപുറത്തിന് കിട്ടേണ്ട UDFന് കിട്ടേണ്ട വോട്ടുകളാണ്. കഴിഞ്ഞ തവണ 6,000-ൽ പരം വോട്ടുകൾക്കാണ് അദ്ദേഹം 6,000-ന് അടുത്ത വോട്ടുകൾക്കാണ് പരാജയപ്പെടുന്നത്. പക്ഷേ ഇത്തവണയും പരാജയം ഷിബു തെക്കുംപുറം ഏറ്റുവാങ്ങേണ്ടി വരും. നേരിയ മാർജിനിലാണെങ്കിലും ആന്റണി ജോൺ തന്നെ ജയിക്കും. LDF അത് നിലനിർത്തും. ഇനി അടുത്തൊരു മണ്ഡലം ഒരു സിറ്റിംഗ് MLA മത്സരിക്കുന്ന ഒരു മണ്ഡലമാണ്. എന്നാൽ അവിടെ നിലവിലുണ്ടായിരുന്ന MLA മത്സരിക്കാത്തൊരു മണ്ഡലമാണ്. അത് K ബാബു ആയിരുന്നു തൃപ്പൂണിത്തുറയിലെ സിറ്റിംഗ് MLA. അദ്ദേഹം ഇത്തവണ മത്സരിക്കുന്നില്ല. പക്ഷേ വൈപ്പിനിൽ ഉണ്ടായിരുന്ന CPMന്റെ സിറ്റിംഗ് MLA തൃപ്പൂണിത്തുറയിൽ വന്ന് മത്സരിക്കുന്നു. അദ്ദേഹം വൈപ്പിന് ഉപേക്ഷിച്ച് തൃപ്പൂണിത്തുറയിൽ വന്ന് മത്സരിക്കുന്നു. അദ്ദേഹത്തിന്റെ പേര് KN ഉണ്ണികൃഷ്ണൻ എന്നാണ്. UDFന്റെ മത്സരിക്കുന്നത് ദീപക് ജോയി ആണ്. അദ്ദേഹം ഇപ്പോഴത്തെ ഡെപ്യൂട്ടി മേയറാണ് നമ്മുടെ കൊച്ചി കോർപ്പറേഷനിൽ. അതുപോലെ 2020യുടെ അഞ്ജലി നായർ കൂടി മത്സരിക്കുന്നുണ്ട്. മിക്കവാറും BJPക്കും NDAക്കും ഒക്കെ വോട്ടുകൾ കുറയാനാണ് സാധ്യത. KN ഉണ്ണികൃഷ്ണൻ അവിടെ പരാജയപ്പെടും. അവിടെ യാതൊരു സംശയവുമില്ലാതെ തന്നെ ദീപക് ജോയ് UDFന്റേത് ജയിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അല്ലെങ്കിൽ BJPയുടെ കുറയുന്ന അത്രത്തോളം വോട്ടുകൾ KN ഉണ്ണികൃഷ്ണൻ കിട്ടണം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതിനുള്ള സാധ്യതകളില്ല. ഉറപ്പായിട്ടും തന്നെ അവിടെ നിന്ന് ദീപക് ജോയ് ജയിക്കാനുള്ള സാധ്യതയുണ്ട്.
അടുത്തൊരു കാര്യം, എറണാകുളം മണ്ഡലമാണ്. ടി ജെ വിനോദാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ ടി ജെ വിനോദിന് നേടിയത്ര ഭൂരിപക്ഷമൊക്കെ കുറഞ്ഞേക്കാം, പക്ഷേ ടി ജെ വിനോദ് അവിടെ നിന്ന് ഉറപ്പായിട്ടും ജയിക്കും. പക്ഷേ കാരണം വലിയ ഫൈറ്റാണ് അവിടെ കൊടുക്കുന്നത്. LDFിൻ്റെ ജനതാദളിൻ്റെ നിന്നുള്ള പഴയ കൊച്ചി കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയറായിട്ടുള്ള സാബു ജോർജാണ് അവിടെ മത്സരിക്കുന്നത്. അതുപോലെ തന്നെ BJPയുടെ ചാനൽ ചർച്ചകളുടെ മുഖമായിട്ടുള്ള PR ശിവശങ്കരൻ മത്സരിക്കുന്നു. വോട്ടുകൾ കുറയാനാണ് PR ശിവശങ്കറിന്റെ സാധ്യത. സാബു ജോർജ് കുറെ കൂടി വോട്ടുകൾ പിടിച്ചേക്കാം. ടി ജെ വിനോദിന്റെ ഭൂരിപക്ഷം കുറഞ്ഞേക്കാം, പക്ഷെ അട്ടിമറിയൊന്നും സംഭവിക്കില്ല. അവിടെ നിന്ന് ഉറപ്പായിട്ടും UDF സ്ഥാനാർത്ഥി തന്നെ ജയിക്കും. അടുത്തത് തൃക്കാക്കരയാണ്. അവിടെ ഉമാ തോമസ് ആണ് മത്സരിക്കുന്നത്, PT തോമസിന്റെ ഭാര്യ. PT തോമസ് മരണപ്പെട്ടതിന് ശേഷം അവർ മത്സരിച്ച് ജയിച്ചത് 25,000 വോട്ടുകൾക്കാണ് എന്നുള്ളത് നമുക്കറിയാം. ഇത്തവണ CPMന്റെ ഒരു വനിതാ നേതാവായിട്ടുള്ള പുഷ്പദാസ് അവിടെ നിന്ന് മത്സരിക്കുന്നു. കൂടാതെ ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ട് 2020യുടെ അഖിൽ മാരാർ കൂടി മത്സരിക്കുന്നുണ്ട്. പുള്ളി എന്തൊക്കെയോ വെടിവായ്ത്തങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയമൊന്നും അറിയാൻ പാടില്ലാത്ത ഒരാളാണ്. കൂടാതെ ബിഗ് ബോസ് കണ്ടവരൊക്കെ പുള്ളി കൂട്ടി എന്നാണ് പുള്ളി വിചാരിക്കുന്നത്. 8 നിലയിൽ പുള്ളിയൊക്കെ പൊട്ടും. കൂടാതെ ഉമാ തോമസ് അവിടെ നിന്ന് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള മാർജിനിൽ വിജയിക്കും. ഇനി അടുത്തത് വൈപ്പിനിലാണ്. വൈപ്പിനിൽ ഞാൻ പറഞ്ഞിരുന്നു നിലവിലുള്ള MLA KN ഉണ്ണികൃഷ്ണനാണ്. അദ്ദേഹം തൃപ്പൂണിത്തുറയിൽ ചെന്ന് മത്സരിക്കുകയാണ്. ഇപ്പോൾ അവിടെ മത്സരിക്കുന്നത് LDFിൽ നിന്ന് CPMൽ നിന്ന് MP ഷൈനി എന്ന് പറയുന്ന ഒരു വനിതയാണ് മത്സരിക്കുന്നത്. ടോണി ചമ്മണി പഴയ മേയറാണ് അവിടെ ഇത്തവണ കോൺഗ്രസിന് വേണ്ടി ജനവിധി തേടുന്നത്. NDAയുടെ അനിത തോമസ് മത്സരിക്കുന്നുണ്ട്. അവിടെ ഇത്തവണ ടോണി ചമ്മണി ജയിക്കാനാണ് സാധ്യത. നേരിയ വ്യത്യാസമേ ഉള്ളൂ, ചിലപ്പോൾ മാറി പറഞ്ഞേക്കാം. പക്ഷെ എങ്കിൽ പോലും ഉറപ്പായിട്ടും ടോണി ചമ്മണി തന്നെ ജയിക്കും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഇനി അടുത്തത് CPMന്റെ കയ്യിൽ നിലവിലുള്ളൊരു മണ്ഡലമാണ്. അത് KJ മാക്സിയാണ് MLA എന്ന് പറയുന്നത്. UDFിൻ്റെ അവിടെ മത്സരിക്കുന്നത് DCC പ്രസിഡന്റായിട്ടുള്ള മുഹമ്മദ് ഷിയാസ് ആണ്. LDFിൻ്റെ മാക്സി തന്നെയാണ് ഇവിടെ മത്സരിക്കുന്നത്. NDAയുടെ സേവർ ജൂലപ്പനാണ്. അവിടെ യഥാർത്ഥത്തിൽ ഒരു ലാറ്റിൻ കാത്തലിക്കിൻ്റെ വോട്ട് ഉള്ള മണ്ഡലമാണ്. അവരുടെ പിന്തുണ മുഴുവൻ KJ മാക്സിക്ക് കിട്ടും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും അവിടെ വലിയ മത്സരം നടക്കുകയാണ്. ഒരു ചെറിയ മാർജിനിലെങ്കിലും സാധ്യതകൾ 2 പേർക്കുമുണ്ട്. പക്ഷെ ഒരു ചെറിയ മാർജിനിലെങ്കിലും അവിടെ മുഹമ്മദ് ഷിയാസ് ജയിക്കാനാണ് സാധ്യത എന്നുള്ളതാണ്. സോ നിലവിൽ നമ്മളിപ്പോൾ അറിയേണ്ടത് എറണാകുളത്തെ എല്ലാ മണ്ഡലങ്ങളും കഴിഞ്ഞു. എറണാകുളത്തെ 14 മണ്ഡലങ്ങൾ കഴിയുമ്പോൾ എറണാകുളത്ത് UDFിന് കഴിഞ്ഞ തവണ 9 മണ്ഡലങ്ങളും LDFിന് 5 മണ്ഡലങ്ങളുമാണ് ഉണ്ടായിരുന്നതെങ്കിൽ UDFിന് ഇത്തവണ 11 മണ്ഡലങ്ങളും LDFിന് 3 മണ്ഡലങ്ങളുമായി അത് മാറും എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ 3 മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞാൽ കളമശ്ശേരിയും പെരുമ്പാവൂരും കോതമംഗലവും കിട്ടും. അതിൽ പെരുമ്പാവൂർ അൺഎക്സ്പെക്റ്റഡായി കിട്ടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കളമശ്ശേരിയും കോതമംഗലവും അവർ നിലനിർത്തും. പക്ഷേ കൊച്ചിയും അതുപോലെ വൈപ്പിനും അവർക്ക് നഷ്ടപ്പെടും എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അടുത്തത് ഇടുക്കിയാണ്. ഇടുക്കി ജില്ലയിലുള്ളത് ആകെ 5 മണ്ഡലങ്ങളാണ്. അതിൽ LDF 4 എണ്ണവും UDF 1 എണ്ണവുമാണ് ഉണ്ടായിരുന്നത്. എന്ന് പറഞ്ഞാൽ UDFിൻ്റെ കയ്യിലുണ്ടായിരുന്നത് ആകെ PJ ജോസഫ് മത്സരിച്ച് ജയിച്ചിട്ടുള്ള തൊടുപുഴ മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആദ്യത്തെ മണ്ഡലം നമ്മൾ പരിശോധിക്കുന്നത് പീരുമേടാണ്. പീരുമേടിൽ നിലവിലുള്ള MLA എന്ന് പറയുന്നത് വാഴൂർ സോമനാണ്. അദ്ദേഹം അന്തരിച്ചു പോലും നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിനുശേഷം ഇത്തവണ UDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് K സലീം കുമാറാണ്. LDFിൻ്റെ സ്ഥാനാർത്ഥി CPIയുടെ സിറിയക് തോമസ് ആണ്. അതുപോലെ NDAയുടെ V രതീഷും മത്സരിക്കുന്നുണ്ട്. അവിടെ ഇത്തവണ അത് CPIയിൽ നിന്ന് കയ്യിൽ നിന്ന് നഷ്ടപ്പെടുകയും ഈ പറയുന്ന UDFിൻ്റെ സ്ഥാനാർത്ഥി ജയിക്കുകയും ചെയ്യും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എൻ്റെ പഠനത്തിൽ നിന്നും. അതുകൊണ്ട് ആ മണ്ഡലം പീരുമേട് നഷ്ടപ്പെടും, UDF പിടിച്ചെടുക്കും. രണ്ടാമത്തെ മണ്ഡലം എന്ന് പറയുന്നത് ഉടുമ്പൻചോലയാണ്. ഉടുമ്പൻചോല എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം MM മണിയുടെ മണ്ഡലമായിരുന്നു, മണിയാശാൻ്റെ മണ്ഡലമായിരുന്നു. കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ വലിയ വിവാദമായിട്ടുണ്ടെങ്കിൽ പോലും വളരെ പച്ചയായി സംസാരിക്കുന്ന മനുഷ്യനെ നാട്ടുകാർക്ക് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് 62.1% വോട്ടുകൾ നേടിക്കൊണ്ടാണ് അദ്ദേഹം വിജയിച്ചത്. അതായത് അദ്ദേഹവും എതിർ സ്ഥാനാർത്ഥിയും തമ്മിലുള്ള മാർജിൻ തന്നെ 30.7%. 38,305 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം ജയിച്ചതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യനും അവിടെ പാർട്ടിയിൽ നേരത്തെ മത്സരിച്ചിട്ടുള്ള ആളുമായിട്ടുള്ള KK ജയചന്ദ്രനാണ് ഇത്തവണ CPMന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. അവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയും കരുത്തനാണ്. അദ്ദേഹം സേനാപതി വേണുവാണ് അവിടെ മത്സരിക്കുന്നത്. അതുപോലെ NDAയുടെ സംഗീത വിശ്വനാഥനാണ് അവിടെ മത്സരിക്കുന്നത്. വലിയ മത്സരം കാഴ്ചവെക്കും എന്നുണ്ടെങ്കിൽ പോലും അവിടെ കടുത്ത ഒരു LDF മണ്ഡലമാണത്. അവിടെ മറികടക്കൽ സേനാപതി വേണുവിന് സാധ്യമല്ല. അവിടെ KK ജയചന്ദ്രൻ തന്നെ ഭൂരിപക്ഷം അത്രയൊന്നും ഇല്ലെങ്കിലും മണിയാശാന്റെ ഭൂരിപക്ഷം ഒന്നും കിട്ടിയില്ലെങ്കിലും ഒരു കംഫർട്ടബിൾ മജോറിറ്റിയിൽ അവിടെ നിന്ന് ജയിക്കും എന്നുള്ളതാണ്. വലിയ കുഴപ്പമില്ലാത്ത ഭൂരിപക്ഷത്തിൽ തന്നെ അദ്ദേഹം ജയിക്കും. ഇനി അടുത്തത് ദേവികുളമാണ്. ദേവികുളത്ത് MLA എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് A രാജയാണ്. ആ
രാജ കഴിഞ്ഞ തവണ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ അതൊരു സംവരണ മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ ജാതിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചില കേസുകളൊക്കെ ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന് അത് വിജയിക്കാൻ കഴിഞ്ഞു. ആ രാജ അവിടെ മത്സരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രാജ എന്ന് പറയുന്ന ഒരാളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി. കൂടാതെ പണ്ട് CPM കാരൻ്റെ MLA ആയിരുന്ന ദേവുള MLA തന്നെ ആയിരുന്ന രാജേന്ദ്രൻ, അദ്ദേഹത്തെ CPM പുറത്താക്കിയതാണ്. വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം NDAയിൽ ജോയിൻ ചെയ്തു. എന്നിട്ട് അദ്ദേഹം NDAയിൽ ചെന്ന് മത്സരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഏതാണ്ട് ഈ പറയുന്ന രാജേന്ദ്രനും കൂടെ മത്സരിക്കുന്നു. അതിൻ്റെ ഇമ്പാക്റ്റ് എത്ര ഉണ്ടാകുമെന്ന് അറിയില്ല. വളരെ ടൈറ്റ് ആയിട്ടുള്ള മത്സരം നടക്കുന്നൊരു മണ്ഡലമാണ്. എങ്ങോട്ട് വേണമെങ്കിലും പറയാവുന്നൊരു മണ്ഡലമാണ്. പക്ഷേ ഒരു സ്ലൈറ്റ് മാർജിനിലെങ്കിലും അവിടെ LDF അത് നിലനിർത്തും എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത്. നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലം എന്ന് പറയുന്നത് ഒരു സ്റ്റാർ മണ്ഡലമാണ്. റോഷി അഗസ്റ്റിൻ്റെ മണ്ഡലമാണ്. 4 തവണയിലധികമായി അദ്ദേഹം അവിടെ നിന്ന് 10-20 കൊല്ലമായിട്ട് അദ്ദേഹം അവിടെ നിന്ന് MLA ആണ്. അവിടുത്തെ മുക്കും മൂലയും അറിയാവുന്ന ഒരാളാണ്. ചില സർവേകളൊക്കെ തന്നെ അദ്ദേഹം പരാജയപ്പെടുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം റോഷി അഗസ്റ്റിൻ നോട് മത്സരിക്കുന്നത് അവിടുത്തെ മുൻ DCC പ്രസിഡന്റായിട്ടുള്ള റോയ് കെ പൗലോസ് ആണ്. പിന്നെ NDAയുടെ പ്രതീഷ് പ്രഭയാണ് മത്സരിക്കുന്നത്. പക്ഷേ വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാകില്ല. BJPക്ക് ഒരു 7% വോട്ടുകൾ കിട്ടും. അതിനപ്പുറത്തേക്ക് റോയ് കെ പൗലോസ് വലിയ ഫൈറ്റ് കൊടുക്കുമെങ്കിൽ പോലും യഥാർത്ഥത്തിൽ അവിടെ നിന്ന് കേരള കോൺഗ്രസ് മാണിയുടെ റോഷി അഗസ്റ്റിൻ തന്നെ ജയിക്കും. ഇനി അടുത്തൊരു മണ്ഡലം, ഒരേ ഒരു മണ്ഡലം കൂടിയുള്ളത് തൊടുപുഴയാണ്. തൊടുപുഴയിൽ നിലവിലുള്ള MLA PG ജോസഫാണ്. അദ്ദേഹത്തിൻ്റെ മകൻ അപ്പു ജോസഫാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ മത്സരിക്കുന്നത്. അത് നേരത്തെ തന്നെ തീരുമാനിക്കപ്പെട്ടതാണ്. അതുപോലെ സിറിയക് ചാഴിക്കാടനാണ് CPM LDFിൽ നിന്ന് മത്സരിക്കുന്നത്. അതുപോലെ NDAയിൽ നിന്ന് റോയി വാരിക്കാട്ടാണ് മത്സരിക്കുന്നത്. NDAക്ക് ഒരു 10-12% വോട്ടുകളെ മാത്രമേ അവിടെ ഉള്ളൂ. അതിൽ ഒരു സംശയവും വേണ്ട, ഉറപ്പായിട്ടും തന്നെ PG ജോസഫിൻ്റെ മകൻ അപ്പു ജോസഫ് ജയിക്കും. എന്ന് പറഞ്ഞാൽ ഇടുക്കിയിൽ ഉള്ള 5 സീറ്റുകളിൽ കഴിഞ്ഞ തവണ LDF 4 UDF 1 ആയിരുന്നെങ്കിൽ ഇത്തവണ LDF 3 UDF 2 തീരും. UDFന് കിട്ടാൻ പോകുന്നത് ഒന്ന് പീരുമേടാണ്, രണ്ടാമത്തേത് തൊടുപുഴയാണ്. ഇത് രണ്ടുമാണ് ഇടുക്കിയിൽ നിന്ന് UDF നേടാൻ പോകുന്ന സീറ്റുകൾ. ഇനി അടുത്തൊരു ജില്ല എന്ന് പറയുന്ന ഒരേ ഒരു ജില്ല കൂടിയുള്ളത് കോട്ടയമാണ്. കോട്ടയത്തുള്ളത് ആകെ 9 മണ്ഡലങ്ങളാണ്. അതിൽ 4 UDFും 5 LDFും ആയിരുന്നു കഴിഞ്ഞ തവണ. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഈക്വലായി ബലാബലം നിന്നിരുന്നൊരു മണ്ഡലമാണ്. പക്ഷെ നമുക്കെല്ലാം അറിയുന്നത് പോലെ അത് യഥാർത്ഥത്തിലൊരു UDF ജില്ലയാണ്. പക്ഷേ കഴിഞ്ഞ തവണ ഈ പറയുന്ന നമ്മുടെ മാണി ഗ്രൂപ്പൊക്കെ തന്നെ അപ്പുറത്തേക്ക് പോയതിൻ്റെ ഒരു ബലത്തിലാണ് യഥാർത്ഥത്തിൽ അവിടെ നിന്ന് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ പറയുന്ന വലിയ നേട്ടം LDF ഉണ്ടാക്കിയിട്ടുള്ളത്. മറ്റ് ചില തന്ത്രങ്ങളൊക്കെ അവർ പ്രയോഗിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ജോസ് കെ മാണിയുടെയൊക്കെ പോക്കുമൊക്കെ തന്നെ വലിയ ഗുണമുണ്ടാക്കാൻ LDFന് കഴിഞ്ഞിരുന്നു. ഇവിടെ ഏറ്റവും ആദ്യത്തെ മണ്ഡലം എന്ന് പറയുന്നത് കോട്ടയമാണ്. കോട്ടയത്ത് ഒരു സംശയവും വേണ്ട, തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് നിലവിലുള്ള MLA. അദ്ദേഹം തന്നെ വീണ്ടും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നു. വലിയ പൊളിറ്റിക്കൽ ഫൈറ്റ് നടക്കുന്ന ഒരു മണ്ഡലമാണ്. കാരണം CPMന്റെ ഏറ്റവും കരുത്തനായിട്ടുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ K അനിൽകുമാറാണ് മത്സരിക്കുന്നത്. ചാനൽ ചർച്ചകളിലേക്ക് സാന്നിധ്യമാണ്. അദ്ദേഹം ഒരു എഴുത്തുകാരനൊക്കെ കൂടിയാണ്. കൂടാതെ മറ്റൊരു അനിൽകുമാർ അവിടെ NDAക്ക് വേണ്ടി കൂടി മത്സരിക്കുന്നു. ഒരു 10-12% വോട്ടുകൾ കിട്ടും അവിടെ. പക്ഷേ ഒരു സംശയവും വേണ്ട, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉറപ്പായിട്ടും ജയിക്കും. അദ്ദേഹം അല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അനിൽകുമാർ കുറച്ചുകൂടി സാധ്യതകൾ ഉണ്ടാകുമായിരുന്നു. പക്ഷെ അദ്ദേഹം ആ മണ്ഡലത്തിൽ വേരൂന്നിയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. അടുത്തത് കടുത്ത UDF മണ്ഡലമാണ്. അത് കടത്തുരുത്തിയാണ്. മോൻസ് ജോസഫാണ് അവിടെ നിലവിലുള്ള MLA. അദ്ദേഹം UDF അധികാരത്തിൽ വന്നാൽ ഉറപ്പായിട്ടും ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് മന്ത്രിയാകാൻ പോകുന്ന ഒരാളാണ്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ PG ജോസഫിന് ഇപ്പോൾ കുറച്ച് വയ്യാതൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ആ ഗ്രൂപ്പിൻ്റെ മൊത്തം കൺട്രോളറുള്ള ഒരാളാണ്. LDFിൻ്റെ മത്സരിക്കുന്നത് കേരള കോൺഗ്രസ് മാണിയുടെ നിർമ്മല ജിമ്മിയാണ്. യഥാർത്ഥത്തിൽ ഈ കടത്തുരുത്തി മണ്ഡലത്തിൽ ഒരുപാട് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പുകാരുള്ളതാണ്. അതുകൊണ്ട് ജോസ് കെ മാണി വന്ന് മത്സരിക്കും എന്നൊക്കെ ഒരു പ്രചാരണം ഉണ്ടായിരുന്നതാണ്. പക്ഷേ ജോസ് കെ മാണി അതെല്ലാം നിഷേധിച്ചു. അദ്ദേഹം പാലായിൽ തന്നെ വീണ്ടും മത്സരിക്കുന്നു. അവിടെ നിർമ്മല ജിമ്മി എന്ന് പറയുന്ന ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ചിട്ടുള്ള അവരാണ് വന്ന് മത്സരിക്കുന്നത്. പിന്നെ സുരേഷ് ഇട്ടിക്കുന്നേൽ എന്ന് പറയുന്ന ഒരു കാൻഡിഡേറ്റ് കൂടിയുണ്ട്. NDAയുടെ ഒരു 7% വോട്ട് പിടിക്കും. ബാക്കി എല്ലാം കൊണ്ടും തന്നെ അവിടെ ഉറപ്പായിട്ടും ഈസി വാക്ക് ഓവറായി മോൻസ് ജോസഫ് ജയിച്ചു പോകും എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ അടുത്ത മണ്ഡലം എന്ന് പറയുന്നത് ഒരു ഇടതുപക്ഷ മണ്ഡലമാണ്. അത് വലിയ പെർസെൻറ്റേജിൽ ഇടതുപക്ഷം ജയിക്കുന്ന ഒരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിൻ്റെ പേര് വൈക്കം എന്നാണ്. കഴിഞ്ഞ തവണ അതൊരു സംവരണ മണ്ഡലമാണ്. CK ആശയാണ് അവിടെ നിന്ന് മത്സരിച്ചത്. അവർക്ക് കിട്ടിയ വോട്ടെന്ന് പറയുന്നത് 56.2% വോട്ടാണ്. 22.9% എന്ന് പറഞ്ഞാൽ 29,122 വരുന്ന വോട്ടുകൾ ഭൂരിപക്ഷം നേടിക്കൊണ്ടാണ് അവർ ജയിച്ചത്.
ഇത്തവണ മത്സരിക്കുന്നത് അവിടെ LDFന്റെ CPIയുടെ പ്രദീപാണ് മത്സരിക്കുന്നത്. അതുപോലെ കെ ബിനിമോൻ എന്ന് പറയുന്ന UDFന്റെ ഒരു സ്ഥാനാർത്ഥി, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി കൂടി മത്സരിക്കുന്നു. അതുപോലെ കെ അജിത്താണ് അവിടെ NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. ഈ അജിത്ത് എന്ന് പറയുന്നത് ഇതിനു മുമ്പത്തെ തവണ CPIയുടെ MLA അവിടെ നിന്ന് ജയിച്ചിട്ടുള്ള ഒരാളാണ്, MLA ആയിരുന്ന ഒരാളാണ്. അദ്ദേഹം BJPയിൽ ചേർന്നു, അവിടെ നിന്ന് മത്സരിക്കുന്നു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിക്കില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പോലും ആ വൈക്കത്ത് കൂടി യാത്ര ചെയ്ത ഒരാളാണ് ആ മണ്ഡലത്തിലൂടെ. അവിടെ LDFന് വലിയ ഉറച്ച മണ്ഡലമാണ്. അതുകൊണ്ട് LDF ഉറപ്പായിട്ടും ആ സീറ്റ് നേടും. അടുത്തൊരു മണ്ഡലം വലിയ തോതിൽ ഒരു പ്രശ്നമുണ്ടാകാൻ പോകുന്ന അല്ലെങ്കിൽ വലിയ ഫൈറ്റ് നടക്കുന്ന ഒരു മണ്ഡലമാണ്. അത് ഏറ്റുമാനൂരാണ്. കേരള കോൺഗ്രസിന്റെ കയ്യിൽ നിന്നും കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു മേടിച്ച മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ നിലവിലുള്ള MLA VN വാസവനാണ്. അദ്ദേഹം ഏറ്റവും പ്രബലനായ, കരുത്തനായ, എല്ലാ സമുദായങ്ങളുമായും വലിയ ബന്ധമുള്ള ഒരാളാണ്. അദ്ദേഹം നമുക്കറിയാം വളരെ താഴ്ന്ന തട്ടിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള ഒരാളാണ്. കോട്ടയത്ത് തന്നെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം മത്സരിക്കുന്നു. അദ്ദേഹത്തെ നേരിടാൻ ഇത്തവണ കുറച്ചുകൂടി കടുത്ത മത്സരം നേരിടേണ്ടി വരും. അത് നാട്ടകം സുരേഷ് DCC പ്രസിഡന്റാണ് അവിടെ മത്സരിക്കുന്നത്. കോൺഗ്രസ് പിടിച്ചു മേടിച്ചതാണ് ആ സീറ്റ്. അവിടെ നാട്ടകം സുരേഷുമായിട്ടുള്ള വലിയ ഫൈറ്റ് നടക്കുന്നു. അവിടെ തമാശയ്ക്ക് വേണ്ടിയിട്ട്, ഈ ഫൈറ്റ് ഒന്ന് തമാശയാക്കാൻ വേണ്ടിയിട്ട് ആതിരാണി നായർ എന്ന് പറയുന്ന 2020യുടെ സ്ഥാനാർത്ഥി കൂടി മത്സരിക്കുന്നുണ്ട്. അവർ വായി തോന്നി എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സീറ്റിന്റെ എണ്ണം കുറച്ചതോ മറ്റേ ബസ്സിൽ നിന്ന് ഇറങ്ങുന്നതിന്റെ പടി കുറച്ചതോ ഒക്കെ കേന്ദ്ര ഗവൺമെന്റാണ്. കൂടാതെ കേരളത്തിൽ കിട്ടുന്ന എല്ലാ അരിയും സാധനങ്ങളും ഒക്കെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് തന്നതാണ് എന്നൊക്കെ പറഞ്ഞ് വെറുതെ തട്ടിവിട്ടുകൊണ്ടിരിക്കുകയാണ്. യാതൊരു ബോധവുമില്ലാത്ത ഒരാളാണ്. എന്താണെങ്കിലും അത് നമുക്ക് വിടാം. നമുക്ക് ഏറ്റുമാനൂരിലെ സീരിയസ് ആയിട്ടുള്ള മത്സരത്തിലേക്ക് വന്നാൽ അവിടെ ചെറിയൊരു മജോറിറ്റിയിലാണെങ്കിൽ പോലും VN വാസവൻ ജയിക്കും, നിലനിർത്തും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി അഞ്ചാമത്തെ മണ്ഡലം എന്ന് പറയുന്നത് ഒന്നും പറയേണ്ട ആവശ്യമില്ലാത്തൊരു മണ്ഡലമാണ്. പുതുപ്പള്ളിയാണ്. പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളിയാണ്. അവിടെ ചാണ്ടി ഉമ്മൻ മകൻ മത്സരിക്കുന്നു. കഴിഞ്ഞ തവണ ഒരു ഘടകകക്ഷിയുടെ പോലും സ്വാധീനമില്ലാതെ 61% വോട്ട് നേടിയിട്ടുള്ള ഒരു മണ്ഡലമാണ് ചാണ്ടി ഉമ്മനത്. ആ വോട്ടുകൾ നിലനിർത്താൻ ചാണ്ടി ഉമ്മന് കഴിയാൻ സാധ്യതയില്ല. ഇത്തവണ KM രാധാകൃഷ്ണൻ മത്സരിക്കുന്നു. അതുപോലെ രവീന്ദ്രനാഥ് വാകത്താനം BJPയുടെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നു. വലിയ ഫൈറ്റ് പോലും കൊടുക്കാൻ പറ്റില്ല. വലിയ മാർജിനിൽ തന്നെ ഉറപ്പായിട്ടും പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ ജയിക്കും. ചാണ്ടി ഉമ്മന്റെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഞാൻ കൃത്യമായി പ്രവചിച്ചിരുന്നത് 36,000 വോട്ടുകൾക്ക് മുകളിൽ നേടി ജയിക്കുമെന്നാണ്. ഇതുപോലെ വീഡിയോ ചെയ്തിട്ടിരുന്നു. 37,000-ലധികം വോട്ടുകൾക്കാണ് അന്ന് ചാണ്ടി ഉമ്മൻ ജയിച്ചത്. ഞാൻ പറഞ്ഞത് 36,400-ലധികം വോട്ടുകൾ നേടി ജയിക്കുമെന്നാണ്. സോ 1000 വോട്ടുകളുടെ പോലും വ്യത്യാസം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ആ ജയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി അടുത്തത് കാഞ്ഞിരപ്പള്ളിയാണ്. കാഞ്ഞിരപ്പള്ളിയിൽ സിറ്റിംഗ് MLA പ്രൊഫസർ N ജയരാജാണ്. ജയരാജ് അവിടെ 43 ജയരാജ് അവിടെ UDFന്റെ കേരള കോൺഗ്രസ് MLA ജയരാജ് തന്നെയാണ് മത്സരിക്കുന്നത്. അദ്ദേഹം പ്രൊഫസറാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രൊഫസറായിട്ടുള്ള റോണി കെ ബേബിയാണ് അവിടെ മത്സരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നല്ല കരുത്തനായിട്ടുള്ള BJPയുടെ ഒരു കാൻഡിഡേറ്റ് മന്ത്രിയായിട്ടുള്ള ജോർജ് കുര്യൻ കൂടി അവിടെ മത്സരിക്കുന്നു എന്നാണ്. ഒന്നും ഒരു അത്ഭുതവും സംഭവിക്കില്ല. അവിടെ ഉറപ്പായിട്ടും തന്നെ ഈ പറയുന്ന നാരായണക്കുറുപ്പിന്റെ മകനായിട്ടുള്ള നാരായണക്കുറുപ്പും അതുപോലെ മത്സരിച്ചുകൊണ്ടിരുന്നതാണ്. വളരെ അദ്ദേഹവും അറിയപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള ജയരാജ് തന്നെ അവിടെ നിന്ന് ഉറപ്പായിട്ടും ജയിക്കും. എന്ന് പറഞ്ഞാൽ LDF നിലനിർത്തും. കേരള കോൺഗ്രസ് മാണിയുടെ സീറ്റാണ്. അടുത്തത് ചങ്ങനാശ്ശേരിയാണ്. ചങ്ങനാശ്ശേരിയിൽ സിറ്റിംഗ് MLA എന്ന് പറയുന്നത് ജോബ് മൈക്കിളാണ്. അത് കേരള കോൺഗ്രസ് മാണിയുടെ സ്ഥാനാർത്ഥിയാണ്. അവിടെ UDFന്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ഇത്തവണ ബിനു ജോബാണ്. അതുപോലെ B രാധാകൃഷ്ണ മേനോൻ, അദ്ദേഹം പ്രമുഖരായിട്ടുള്ള BJPയുടെ ഒരു നേതാവാണ്. അദ്ദേഹവും മത്സരിക്കുന്നു. ഇത്തവണ ജോബ് മൈക്കിൾ ചങ്ങനാശ്ശേരിയിൽ പരാജയപ്പെടും. അതായത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് അവിടെ ആ സീറ്റ് കിട്ടില്ല. പകരം ലഭിക്കാൻ പോകുന്നത് അത് UDFനായിരിക്കും എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനി അടുത്തത് പൂഞ്ഞാറാണ്. പൂഞ്ഞാറിൽ ഇപ്പം നിലവിലുള്ള MLA സെബാസ്റ്റ്യൻ കുളത്തിങ്കലാണ്. അദ്ദേഹം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പാണ്. ആ മാണി ഗ്രൂപ്പിൽ യഥാർത്ഥത്തിൽ 34 സെബാസ്റ്റ്യൻ കുളത്തിങ്കലാണ്. സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ അവിടെ വളരെ ജനകീയനായിട്ടുള്ളൊരു MLA ആണ്. അതുപോലെ മറ്റൊരു സെബാസ്റ്റ്യൻ MJ ആണ് അവിടെ നിന്ന് മത്സരിക്കുന്നത്. ആ സെബാസ്റ്റ്യൻ MJ മത്സരിക്കുന്നു. കൂടാതെ PC ജോർജ് കൂടി മത്സരിക്കുന്നു. PC ജോർജ് അവിടെ വലിയ ഫൈറ്റ് കാഴ്ചവെക്കുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ PC ജോർജിന് ഇത്തവണ അവിടെ ഈ പറയുന്ന ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ പോലും പിന്തുണ കിട്ടില്ല. കാരണം അദ്ദേഹം ബിഷപ്പിനെയൊക്കെ ഇടയ്ക്ക് ചീത്ത വിളിച്ചിരുന്നു. അവിടെ മുസ്ലിം സമുദായത്തിൻ്റെ ഏതാണ്ട് 30,000-ഓളം വോട്ടുകളുണ്ട്. അത് എൻ ബ്ലോക്കായി ആർക്ക് കിട്ടുന്നുവോ അവർ ജയിക്കും എന്നാണ് വിചാരിക്കുന്നത്. ഇത്തവണ സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ അവിടെ പരാജയപ്പെടുകയും അവിടെ UDFന്റെ സ്ഥാനാർത്ഥി ജയിക്കുകയും ചെയ്യുമെന്നാണ്
വിചാരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ UDF ആ സീറ്റ് കിട്ടും. പിന്നെ ഏറ്റവും ഒടുവിലത്തെ മണ്ഡലം എന്ന് പറയുന്നത് കോട്ടയത്തുള്ള 9ാമത്തെ മണ്ഡലം പാലായാണ്. പാലായിൽ നിലവിലുള്ള MLA മാണി സി കാപ്പനാണ്. ആ മാണി സി കാപ്പൻ ഇപ്പോൾ UDFനൊപ്പമാണ്. അവിടെ മത്സരിക്കുന്നത് ജോസ് കെ മാണിയാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം എന്തായിരിക്കും എന്ന് പോലും നിർണ്ണയിക്കാൻ പോകുന്ന ഒരു മത്സരമായിരിക്കും. ജോസ് കെ മാണി, അതുപോലെ തന്നെ പിന്നെ അടുത്ത ഒരു സ്ഥാനാർത്ഥിയും വലിയ സ്ഥാനാർത്ഥിയാണ്, ഷോൺ ജോർജ് ആണ് മത്സരിക്കുന്നത്. ഷോൺ ജോർജിൻ്റെ സാധ്യതകൾ ഏതാണ്ട് കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പാലായിൽ എന്നുള്ളത് വാസ്തവമാണ്. മാണി സി കാപ്പനും ജോസ് കെ മാണിയും തമ്മിലാണ് വലിയ പോര് നടക്കുന്നത്. അതിൽ ഇത്തവണയും കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ പോലും UDFന് വിട്ടുപോയ 3 മണ്ഡലങ്ങളുണ്ട്. ആ 3 മണ്ഡലങ്ങളിൽ ഒന്നാണ് പാല, രണ്ടാമത്തത് കുണ്ട്രയാണ്, മൂന്നാമത്തത് ഈ പറയുന്ന കോവളമാണ്. ഈ 3 മണ്ഡലങ്ങളിൽ നിലവിലുള്ള മണ്ഡലങ്ങളിൽ പോലും അവർക്ക് അവിടെ ഭൂരിപക്ഷം നേടാൻ LDFന് കഴിഞ്ഞിരുന്നു. അങ്ങനെയുള്ളൊരു മണ്ഡലമാണ്. പക്ഷേ അത്തരം സാധ്യതകളൊക്കെ ഉണ്ടെങ്കിലും അവിടെ ജോസ് കെ മാണിക്ക് ജയിക്കാൻ കഴിയില്ല. കാരണം ജോസ് കെ മാണിയുടെ വിരുദ്ധരെല്ലാവരും കൂടി ഒന്നിക്കും. ആ ഒന്നിക്കുമ്പോൾ അവിടെ വീണ്ടും ചെറിയ ഭൂരിപക്ഷത്തിനാണെങ്കിലും മാണി സി കാപ്പൻ ജയിക്കും എന്നുള്ളതാണ് വാസ്തവം. എന്ന് പറഞ്ഞാൽ നിലവിൽ അവിടെ ഉള്ളത് LDFന് 5 എണ്ണമായിരുന്നു, UDFന് 4 എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. അതിൽ ഒരു വ്യത്യാസം വരും. കോട്ടയത്ത് ഇത്തവണ UDFന് 6 അതുപോലെ LDFന് 3 എന്നുള്ള ലെവലിലേക്ക് എത്തും എന്നുള്ളതാണ് നിങ്ങളെല്ലാവരും അറിയേണ്ട ഒരു കാര്യം. അപ്പോൾ ഇതാണ് നമ്മൾ ഈ 5 മണ്ഡലങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഒരിക്കൽ കൂടി ഞാനത് കൃത്യമായി പറഞ്ഞാൽ ചില പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത് പാലക്കാട് LDF ജയിക്കുമോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ രമേശ് പിഷാടിക്കും തുല്യമായിട്ടുള്ള സാധ്യതകളുണ്ട്. പക്ഷെ അത് LDFലാണ് കൂട്ടിയേക്കുന്നത്. അല്ലെങ്കിൽ ഇനി ഒരെണ്ണം കുറച്ചാലും കുഴപ്പമില്ല. ഇനി അടുത്തത് R ബിന്ദു തോൽക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. VN വാസവൻ കടുത്ത മത്സരം നേരിടുമെന്നുള്ളതാണ്. പൂഞ്ഞാറിൽ അതുപോലെ UDF ജയിക്കുമെന്നുള്ളതാണ്. അതുപോലെ പാലായിൽ മാണി സി കാപ്പൻ ജയിക്കുമെന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റുകൾ. ഇനി മറ്റു ചില വ്യത്യാസങ്ങൾ കൂടി പറയാം. പാലക്കാട് നിലവിൽ 12 സീറ്റുകളാണുള്ളത്. അതിൽ LDFന് 2021 10 സീറ്റുകളാണ് കിട്ടിയത്. ആ 10 സീറ്റുകൾ തന്നെ അവർ നിലനിർത്തും. UDFന് പാലക്കാട് 2 സീറ്റുകളേ ഉള്ളൂ. ആ 2 സീറ്റുകൾ തന്നെ കിട്ടുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ സീറ്റുകളിൽ ഒരു വ്യത്യാസം ഉണ്ടാകും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇനി അടുത്തത് തൃശ്ശൂരാണ്. തൃശ്ശൂരിൽ 13 സീറ്റുകളാണുള്ളത്. അതിൽ 12 സീറ്റുകൾ കഴിഞ്ഞ തവണ 21 LDFന് കിട്ടിയതാണ്. പക്ഷേ 26ലേക്ക് വരുമ്പോൾ 2 സീറ്റുകൾ കുറയും, 10 സീറ്റുകൾ കിട്ടുള്ളൂ. ആ 2 സീറ്റുകൾ UDFന് കഴിഞ്ഞ തവണ 1 സീറ്റ് ഉണ്ടായിരുന്നുള്ളത് തൃശ്ശൂരിൽ, അത് 3 കൂടും എന്നുള്ളതാണ്. എറണാകുളത്ത് 14 സീറ്റുകളുണ്ട്. 14 സീറ്റുകളിൽ 5 സീറ്റുകൾ ആണ് LDFന് കഴിഞ്ഞ തവണ കിട്ടിയിട്ടുള്ളത്. അത് കുറയും, LDFന് 3 സീറ്റുകളാകും. അവിടെ 9 സീറ്റുകളാണ് UDFന് കിട്ടിയിട്ടുള്ളത്. ആ UDFന് കിട്ടിയത് 11 സീറ്റുകളായി കൂടും എന്നുള്ളതാണ്. ഇടുക്കിയിൽ ടോട്ടൽ 5 സീറ്റുകളാണുള്ളത്. അതിൽ 4 2021 LDFിലായിരുന്നു. അതിൽ 1 നഷ്ടപ്പെടും, 3 കുറയും. അവിടെ 1 UDFന് ഉണ്ടായിരുന്നത്. ഇടുക്കിയിൽ 2 സീറ്റുകളായി UDFന് കൂടും. UDF നില മെച്ചപ്പെടുത്തും. അതുപോലെ കോട്ടയത്ത് 9 സീറ്റുകളാണ് ഉണ്ടായിരുന്നത്. ആ 9 സീറ്റുകളിൽ 5 ആണ് 2021 LDFന് കിട്ടിയത്. അത് 3 2026ലേക്ക് കുറയും. 4 സീറ്റുകളാണ് UDFന് ഉണ്ടായിരുന്നത്. അത് 6 സീറ്റുകളായി കൂടും എന്നുള്ളതാണ് UDFനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. അതായത് നിലവിലുള്ള 53 സീറ്റുകളിൽ 36 സീറ്റുകൾ യഥാർത്ഥത്തിൽ LDFനുണ്ടായിരുന്നു. കഴിഞ്ഞ തവണ വലിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അത് 29 സീറ്റുകളായി കുറയും. എന്ന് പറഞ്ഞാൽ 7 സീറ്റുകൾ അവർക്ക് കുറയും. കഴിഞ്ഞ തവണ ഈ 53 സീറ്റുകളിൽ നിന്ന് 17 സീറ്റുകളാണ് UDFനുണ്ടായിരുന്നത്. അത് 7 സീറ്റുകൾ അവർക്ക് കൂടുകയും 24 സീറ്റുകളായി അത് കൂടുകയും ചെയ്യും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൽ അടുത്തത് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, 53 സീറ്റുകൾ ആണ് ഉള്ളത്. ആ 53 സീറ്റുകളിൽ LDFന് 29 സീറ്റുകളും അതുപോലെ UDFന് 24 സീറ്റുകളും കിട്ടും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളൊരു കാര്യം. ഈ 5 മണ്ഡലങ്ങൾ. ഇനി നമ്മൾ ഇന്നലത്തെ 5 മണ്ഡലങ്ങൾ കൂടി നോക്കിയാൽ നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ നമ്മൾ കാസർഗോഡ് മുതൽ മലപ്പുറം വരെയുള്ള 5 മണ്ഡലങ്ങൾ കൂടി നോക്കിയിരുന്നു. 5 മണ്ഡലങ്ങൾ നോക്കിയാൽ 48 നിന്ന് സീറ്റുകളിൽ 27 UDFനും LDFന് 21 എന്ന് പറഞ്ഞാൽ ഇത് തമ്മിൽ കൂട്ടിയാൽ ഇന്നത്തെ 101 മണ്ഡലങ്ങൾ നമ്മൾ എടുത്തു വെക്കുമ്പോൾ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കണക്കുകൾ UDFന് 51 LDFന് 50 എന്ന് പറയുന്ന കണക്കുകളാണുള്ളത്. എന്ന് പറഞ്ഞാൽ അടുത്ത ഈ പറയുന്ന പോലെ 4 മണ്ഡലങ്ങൾ യഥാർത്ഥത്തിൽ ആലപ്പുഴ, അതുപോലെ പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം അതിനിർണായകമാകുന്നു എന്നാണ് പറയാനുള്ളത്. ആ കണക്കുകളും ആ വിശകലനങ്ങളും ഞാൻ നാളെ തരാം. അതിൻ്റെ പ്രഡിക്ഷനും ഞാൻ നിങ്ങളോട് നാളെ പറയാം. അതോടുകൂടി നമുക്കറിയാം കേരളം ആര് ഭരിക്കാനാണ് സാധ്യതകളുള്ളത്.